ഹലോ ഓൾ വെൽക്കം ടു പി കെ ലേണിങ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ SCRTയുടെ നെക്സ്റ്റ് സെഷനാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പൊതു വരുമാനവും പൊതു ചെലവും എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലാണ് നമ്മൾ നിർത്തിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ ഫൈനൽ പാർട്ടാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെർമിനോളജീസ് ഉണ്ട്, ഗ്രാഫുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ കുറച്ച് പിക്ടോറിയൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇന്ന് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് നികുതികൾ എന്ന് പറഞ്ഞൊരു പുതിയ ഏരിയയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ടാക്സേഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന ഗവൺമെന്റിന്റെ ഒരു വരുമാന സ്രോതസ്സാണ് എന്തെന്ന് പറയുന്നത് ടാക്സേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നികുതികൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായി നൽകുന്ന പണത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നികുതി എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെന്റിന് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്, അതായത് വെൽഫെയർ ആക്ടിവിറ്റീസ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന് എന്ത് വേണം? ഫണ്ട് വേണം. അപ്പോൾ ഈ ഫണ്ട് പിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യും? ആളുകളുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ടാക്സ് കളക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ടാക്സുകളാണ് വെൽഫെയർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ടാക്സേഷൻ എന്ന് പറയുന്നത് ഒരു സോഴ്സാണ് ഈ ടാക്സേഷൻ എന്ന് പറയുന്നത്. നികുതി നൽകുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് നികുതിദായകർ എന്ന് പറയുന്നത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പ്രധാന വരുമാന മാർഗമാണ് എന്തെന്ന് പറയുന്നത് ഈ നികുതികൾ എന്ന് പറയുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കാണ് നികുതി ഏർപ്പെടുത്താനുള്ള അധികാരമുള്ളത്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഒരു 3 ടയർ സെറ്റപ്പിലാണ് നമ്മളിത് പ്രവർത്തിക്കുന്നത്. സെൻട്രലി ഒരു സിസ്റ്റം ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റുകളിൽ ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്, ഗ്രാസ് റൂട്ട് ലെവലുകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. നമുക്കറിയാം ഗവേണൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവർക്ക് 3 പേർക്ക് എന്തുണ്ട്? ഈ ടാക്സ് പിരിക്കാനുള്ള ഒരു അധികാരമുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് നികുതി ഘടനകളെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് ജോൺ മത്തായി കമ്മീഷൻ എന്നറിയപ്പെടുന്നത്. എന്നാൽ അത് ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു പേരാണ്. അതിന്റെ ഒഫീഷ്യൽ പേരെന്ന് പറയുന്നത് ടാക്സേഷൻ എൻക്വയറി കമ്മീഷനാണ്. TEC 1954 1954 വന്ന ടാക്സേഷൻ എൻക്വയറി കമ്മീഷൻ അഥവാ TEC കമ്മീഷനാണ് എന്തെന്നറിയപ്പെടുന്നത്? ജോൺ മത്തായി കമ്മീഷൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ജോൺ മത്തായി എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. എന്താണ്? ഒരു മലയാളിയാണ്. പ്രധാനപ്പെട്ട ഒരു എന്താണ് അയാളുടെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ 2ാമത്തെ ധനകാര്യ മന്ത്രിയായിരുന്ന വ്യക്തിയായിരുന്നു ആര്? ഈ പറയുന്ന ജോൺ മത്തായി എന്ന് പറയുന്നത്. അപ്പോൾ RK ഷൺമുഖം ചെട്ടി വന്നതിന് ശേഷം, അയാൾ മാറിയതിന് ശേഷം എന്ത് ചെയ്തു? ഈ ജോൺ മത്തായി പിന്നീട് ധനകാര്യ മന്ത്രിയായിട്ട് മാറുകയായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിന് മുന്നേ അദ്ദേഹം എന്തായിട്ട് മാറി? ടാക്സേഷൻ എൻക്വയറി കമ്മീഷന്റെ ഹെഡായിരുന്നു ആര്? ജോൺ മത്തായി എന്ന് പറയുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് നികുതി ഘടനകളെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനായിരുന്നു ജോൺ മത്തായി കമ്മീഷൻ എന്ന് പറയുന്നത്. 1954 നികുതികളെ പറ്റി പഠിക്കാനായിട്ട് ആദ്യമായിട്ട് ജോൺ മത്തായി കമ്മീഷൻ വന്നതെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള നികുതി പങ്കിടലിനെ കുറിച്ച് ശുപാർശകൾ തയ്യാറാക്കുന്ന ആരാണ്? ധനകാര്യ കമ്മീഷനാണ് അല്ലെങ്കിൽ ഫിനാൻസ് കമ്മീഷനാണ് എന്ത് തയ്യാറാക്കുന്നത്? കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള നികുതി പങ്കിടലിനെ കുറിച്ച് ശുപാർശകൾ തയ്യാറാക്കുന്നത്. അതായത് ഡിവല്യൂഷൻ ഓഫ് ടാക്സ് നമ്മൾ പറയും, വെർട്ടിക്കൽ ഡിവല്യൂഷൻ ഓഫ് ടാക്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ ഇതുപോലെ സംസ്ഥാന ടാക്സ് പിരിക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാരുകളും അതുപോലെ സംസ്ഥാന സർക്കാരുകളും വ്യത്യസ്തമായിട്ട് പിരിക്കുന്നുണ്ട്. എന്നാൽ ഇത് ഷെയർ ചെയ്യുന്നത് സംബന്ധിച്ച് ചിലപ്പോൾ ഇവർ പിരിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് പിരിച്ചിട്ട് അത് എന്ത് കൊടുക്കാം? സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് അത് എന്ത് ചെയ്യേണ്ടി വരും? തിരിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് കൊടുക്കേണ്ടി വരും. ഇത് അവർക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ എമൗണ്ട് ഉണ്ടാവും. ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരു ഡിസ്കഷൻസ് നടത്തുന്നതും എത്ര വാല്യൂസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ തീരുമാനങ്ങൾ എടുക്കുന്നതും അല്ലെങ്കിൽ അതിനുവേണ്ടി റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നത് ഈ ധനകാര്യ കമ്മീഷനാണ്. അടുത്തായിട്ട് നികുതികൾ 2ആയിട്ടാണ് പ്രധാനമായിട്ട് തിരിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും, അതായത് പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതി എന്നുള്ള രീതിയിൽ 2ആയിട്ടാണ് നമ്മൾ നികുതികളെ തരംതിരിച്ചിരിക്കുന്നത്. എന്താണ് ഈ നികുതികളെ തരംതിരിച്ചിരിക്കുന്നതിനുള്ള ഒരു ബാർ നമുക്ക് നോക്കാം. പ്രത്യക്ഷ നികുതി അഥവാ ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ നികുതി ചുമത്തപ്പെടുന്നയാൾ നേരിട്ട് നൽകുന്നതാണ് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. അതായത് നികുതി ചുമത്തപ്പെടുന്ന ആർക്കാണോ ഡയറക്ട്ലി ഇൻസിഡന്റ് ഓൺ ദ പേഴ്സൺ ആണ് എന്തെന്ന് പറയുന്നത് ഈ പ്രത്യക്ഷ നികുതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഗവൺമെന്റ് എൻ്റെ പേരിൽ ടാക്സ് ചുമത്തുകയാണെങ്കിൽ ഞാൻ തന്നെ ടാക്സ് അടയ്ക്കണം. എനിക്കത് വേറൊരാളിലേക്ക് മാറാൻ കഴിയില്ല അല്ലെങ്കിൽ മാറ്റി കൊടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് അതിന് ഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കുന്നത്. ഇതിന് ഉദാഹരണങ്ങളാണ് ആദായ നികുതി, കെട്ടിട നികുതി, കോർപ്പറേറ്റ് നികുതി, കൂടാതെ വാഹന നികുതി, ഭൂനികുതി, വസ്തുനികുതി തുടങ്ങിയവ. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രത്യേകത നോക്കിയാൽ മനസ്സിലാവും. നമ്മളിത് ഡയറക്റ്റ്ലി നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന വരുമാനത്തിലാണ് ആദായ നികുതി ഏർപ്പെടുത്തുന്നത്. നമ്മൾ ഒരു ബിൽഡിംഗ് പണിയുന്നുണ്ടെങ്കിൽ അതിനാണ് വർഷം നമ്മൾ എന്ത് ചെയ്യുന്നത്? കെട്ടിട നികുതി കൊടുക്കുന്നത്. കോർപ്പറേറ്റ് നികുതി, കോർപ്പറേറ്റ് കമ്പനികൾ കോർപ്പറേറ്റ് നികുതി അടയ്ക്കുന്നുണ്ട്. ഇന്ത്യയുടെ വലിയൊരു ഗവൺമെന്റിന്റെ ടോട്ടൽ സോഴ്സുകൾ നോക്കുകയാണെങ്കിൽ ഈ വരുമാന നികുതിയും കോർപ്പറേറ്റ് നികുതിയാണ് അതിൻ്റെ മേജർ ചങ്കും സ്പോൺസർ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. വാഹന നികുതി, ഭൂനികുതി, വസ്തുനികുതി തുടങ്ങിയ ഫിസിക്കലായിട്ട് നമുക്കുള്ള അസറ്റുകളെ സംബന്ധിച്ച് നമ്മൾ നേരിട്ട് കൊടുക്കുന്ന ടാക്സുകളാണ് എന്തെന്ന് പറയുന്നത് പ്രത്യക്ഷ നികുതി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പരോക്ഷ നികുതി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
അപ്പോൾ പ്രത്യക്ഷ നികുതി ഡയറക്ട്ലി ഇൻസിഡന്റ് ഓൺ ദ പേഴ്സൺ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരോക്ഷ നികുതി എന്തായിരിക്കും? ഡയറക്ട്ലി ഇൻസിഡന്റ് ആയിരിക്കില്ല. എനിക്ക് ചുമത്തപ്പെടുന്ന നികുതി ഞാൻ തന്നെ അടയ്ക്കണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു നികുതി ഭാരം മറ്റൊരു വ്യക്തിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ കഴിയും. അതിനാണ് നമ്മൾ പരോക്ഷ നികുതി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി ഭാരം പൂർണ്ണമായോ ഭാഗികമായോ മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. പരോക്ഷ നികുതിയിൽ അന്തിമ ഉപഭോക്താവാണ് എന്ത് കൊടുക്കുന്നത്? നികുതി കൊടുക്കുന്നത്. അന്തിമ ഉപഭോക്താവാണ് നികുതി കൊടുക്കുന്നത്. അപ്പോൾ അതിനൊരു ഉദാഹരണം നമ്മൾ ആലോചിച്ച് നോക്കിയേ. നമ്മളൊരു സോപ്പ് വാങ്ങാണ്. ആ സോപ്പ് വാങ്ങുമ്പോൾ അതിലൂടെ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ആ സോപ്പിൻ്റെ കൂടെ നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട് അല്ലേ? നമ്മൾ അതിന് GST ആണ് ഇപ്പോൾ ടാക്സ് എങ്കിൽ GST നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഓൾറെഡി ഇത് പേ ചെയ്യുകയാണ്. നമ്മൾ എൻ്റെ കസ്റ്റമർ ഇത് പേ ചെയ്യാണ്. ഇത് പല റൂട്ടുകളിലൂടെ നമ്മൾ നേരിട്ട് കൊണ്ടേ സെൻട്രൽ ഗവൺമെന്റിന് എൻ്റെ ടാക്സ് ആണെന്ന് പറഞ്ഞ് അടയ്ക്കുന്നില്ല. എന്നാൽ പ്രത്യക്ഷ നികുതിയിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ നേരിട്ട് കൊണ്ടുവന്ന് ഇൻകം ടാക്സ് എന്ത് ചെയ്യുന്നു? നമ്മൾ ഫയൽ ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് പൈസ നമ്മൾ കൈമാറുന്നു. ടാക്സ് അടയ്ക്കുന്നത് നമ്മളാണ്. എന്നാൽ ഈ പൈസ കൈമാറി ഇതെല്ലാം കൂടെ ബൾക്കായിട്ട് ആരെങ്കിലും ഒരാളായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ പേയ്മെന്റ് നടത്തുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി ഡയറക്ട്ലി ഒരാളുടെ അടുത്താണോ നമ്മളിത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യക്ഷവും പരോക്ഷമായിട്ട് തിരിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട പരോക്ഷ നികുതികളാണ് എക്സൈസ് നികുതി, കസ്റ്റംസ് നികുതി, വിനോദ നികുതി, വിൽപ്പന നികുതി, സേവന നികുതി, GST അഥവാ ചരക്കു സേവന നികുതി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് GST നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മളൊരു പ്രത്യേക സെഷനിൽ നമ്മൾ എടുക്കുന്നുണ്ടായിരുന്നു GST എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുന്നു? ഇന്ത്യയിലുണ്ടായിരുന്ന പല ടാക്സുകളെയും കൂടി ഒരുമിച്ചാക്കാനായിട്ടായിരുന്നു GST ഒരു ഒറ്റ പദ്ധതിയായിട്ട് കൊണ്ടുവരാനാണ് GST ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കൂടാതെ നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സേവനങ്ങൾക്ക് സേവന നികുതി, കൂടാതെ വിൽപ്പന നമ്മൾ സെല് ചെയ്യുന്ന സമയത്ത് സെയിൽസ് ടാക്സ് ഉണ്ടാവും. വിനോദ നികുതി, നമ്മളിപ്പോൾ തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ ഹൈ എമൗണ്ട് ഓഫ് ടാക്സ് റേറ്റ് ആയിരിക്കും അവിടെ ഉണ്ടാവും. അപ്പോൾ വിനോദ നികുതി എന്ന് പറഞ്ഞ എന്റർടൈൻമെന്റ് ടാക്സ് ഉണ്ട്. കൂടാതെ കസ്റ്റംസും എക്സൈസും ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് വേറെ ഏതെങ്കിലും ഒരു എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന എക്സൈസ് ടാക്സും കസ്റ്റംസ് ടാക്സും റെസ്പെക്റ്റീവ്ലി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു? അടയ്ക്കേണ്ടി വരുന്നു. അപ്പോൾ ഇതെല്ലാം എന്തിൻ്റെ ഭാഗമാണ്? നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ, അത് വിൽക്കുമ്പോൾ, അത് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ, നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് ഷോയ്ക്ക് പോകുമ്പോൾ, നമ്മളൊരു സർവീസ് കൈപ്പറ്റുമ്പോൾ ഇത്തരത്തിലുള്ള ടാക്സുകളെല്ലാം നമ്മൾ ഡയറക്റ്റ്ലി ഗവൺമെൻറ്റിന് അടയ്ക്കുന്നതിന് പകരം നമ്മളത് എന്ത് ചെയ്യുന്നു? കൈമാറ്റം ചെയ്യുകയാണ്. നമ്മൾ ടാക്സ് എമൗണ്ട് വേറെ ആൾ കൊടുക്കുന്നു. അങ്ങനെ ബൾക്കായിട്ട് പോയാണ് എന്ത് ചെയ്യുന്നത്? മറ്റൊരാൾ ഈ ടാക്സ് ഗവൺമെൻറ്റിന് അടയ്ക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എന്തിൻ്റെ കാറ്റഗറിയിൽ പെടുത്തുന്നുണ്ട്? പരോക്ഷ നികുതിയിൽ പെടുത്തുന്നു. അടുത്താണ് ചരക്ക് സേവന നികുതി എന്ന് പറയുന്നത്, അപ്പോൾ GST എന്ന് പറയുന്നത്. രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പിലാക്കുന്നതിന് ഭരണഘടനയിലെ 101 ഭേദഗതി പ്രകാരം 2017 ജൂലൈ 1 മുതൽ നിലവിൽ വന്ന ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് ചരക്കു സേവന നികുതി. GST എന്ന് പറയുന്ന ഒരു പരോക്ഷ നികുതിയുടെ എക്സാമ്പിളാണ്. ഒരുപാട് പരോക്ഷ നികുതികളെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരൊറ്റ നികുതി, ഒരു രാജ്യം ഒരൊറ്റ നികുതി എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തത്? ഈ പരോക്ഷ നികുതികളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് GST എന്ന് പറഞ്ഞ ഒരു പുതിയ സംഗതി കൊണ്ടുവന്നത്. അത് 101 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് കൊണ്ടുവന്നത്. കോൺസ്റ്റിറ്റ്യൂഷണറി പ്രൊവിഷൻസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട്, ടാക്സ് ഡിവല്യൂഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പ്രൊവിഷൻസ് വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആർട്ടിക്കിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആഡ് ചെയ്തുകൊണ്ട് 101 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് GST കൊണ്ടുവന്നത്. എന്നാണ്? 2017 ജൂലൈ 1 മുതലാണ് കൊണ്ടുവന്നത്. 2017 ജൂലൈ 1 മുതലാണ് കൊണ്ടുവന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇത് കൊണ്ടുവരാനുള്ള റാഷണാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇത് GST ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു റാഷണൽ എന്ന് പറയുന്നത്, ഒരു രാജ്യത്ത് ഒരു നികുതി മതി, ഒരു രാജ്യത്ത് ഒരുപാട് നികുതികൾ വേണ്ട. അപ്പോൾ നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ നമുക്ക് തന്നെ അറിയില്ല എവിടെ നിന്നൊക്കെ ടാക്സ് അടക്കേണ്ടി വരുന്നു, അവിടെ കുറച്ച് ടാക്സ് കൊടുക്കുന്നു, ഇവിടെ കുറച്ച് ടാക്സ് കൊടുക്കുന്നു, ഒരു കാസ്കേഡിങ് എഫക്റ്റ് വരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ പ്രോഡക്റ്റിന് മൾട്ടിപ്പിൾ സ്റ്റേജസിൽ നമ്മൾ റിപ്പീറ്റഡായിട്ട് ടാക്സ് അടച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള എഫക്റ്റുകളൊക്കെ ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? GST, ഒരു രാജ്യത്ത് ഒറ്റ നികുതി മതി എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ എന്ത് ചെയ്തത്? കൊണ്ടുവന്നത്. ഒരു സാമ്പത്തിക വർഷം വിറ്റുവരവ് സർക്കാർ നിശ്ചയിക്കുന്ന തുകയിൽ കൂടുതലാണെങ്കിൽ വ്യാപാരികൾ നിർബന്ധമായും GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഓരോ സാമ്പത്തിക വർഷത്തിലുള്ള വരുമാനം കണക്ക് കൂട്ടിയിട്ട് ഇത്ര ഒരു കട്ട് ഓഫ് ലിമിറ്റ് വയ്ക്കുന്നു. ഈ കട്ട് ഓഫ് ലിമിറ്റിന് മുകളിലുള്ള എല്ലാ വ്യാപാരികളും എന്ത് ചെയ്യണം? GST രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. അപ്പോൾ ഇത് നമ്മൾ വാല്യൂ ടെക്സ്റ്റിൽ കൊടുക്കാത്തത് പ്രധാനമായിട്ടും, അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന വാല്യൂ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്തതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, GSTയുടെ വാല്യൂ എപ്പോഴും എന്ത് ചെയ്യുന്നു? ഓരോ സാമ്പത്തിക വർഷം ഗവൺമെന്റ് മാറ്റാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. നിലവിൽ GST 2 ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിങ്ങൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട സ്ലാബുകളിലും ഒക്കെ മാറ്റം ഉണ്ടായിരുന്നു. അതുപോലെ ഓരോ തവണയും ആദായ നികുതിയുടെ റൂൾസ് ഒക്കെ മാറുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഒരു കട്ട് ഓഫ് മാർജിനും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എന്ത് ചെയ്യുക? കറണ്ട് അഫെയർ ലിങ്ക് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന വിവിധ നിരക്കിലുള്ള നികുതികൾ വ്യാപാരികൾ സർക്കാരിലേക്ക് അടയ്ക്കുന്നു. കാലാനുസൃതമായി GST നിരക്കിൽ മാറ്റം വരാവുന്നതാണ്. അപ്പോൾ ഈ മാറ്റം വരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? റേറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അത് നിങ്ങൾ എന്ത് ചെയ്യുക? സ്ലാബിൽ വരുന്ന ചേഞ്ചസ് അനുസരിച്ചിട്ട് അപ്ഡേറ്റ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന വിവിധ നിരക്കിലുള്ള നികുതികൾ. ഇപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറി കഴിഞ്ഞാൽ നമ്മൾ ആ ഫുഡിൽ വലിയൊരു റെസ്റ്റോറൻറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു അൽഫാം മന്തി കടയൊക്കെ കയറുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം? ഫുഡിൻ്റെ കൂടെ ടാക്സേഷൻ GST ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കടക്കാരന് GST കൊടുക്കുന്നു, കടക്കാരന് പല GSTകളിൽ നിന്ന് ആൾക്കാർ പേ ചെയ്ത എമൗണ്ട് ചേർത്തിട്ട് അയാൾക്ക് വലിയൊരു ലാഭം അവിടെ ഉണ്ടാകുന്നത് കൊണ്ട് ഇൻ ദ ഇയർ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ ഇയറിൽ ഫിനാൻഷ്യൽ ഇയറിൽ എന്ത് ചെയ്യുന്നു, അയാൾ മൊത്തം കണക്കൂട്ടത് ഈ പറയുന്ന ലിമിറ്റിന് മുകളിലെത്തി, അയാളുടെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് ഈ GSTക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട നിരക്കിന് മുകളിലെത്തിയെങ്കിൽ എന്ത് ചെയ്യണം, അയാൾ ആ ഒരു എമൗണ്ട് GST ആയിട്ട് എന്ത് ചെയ്യണം, അടക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത്. അത്തരത്തിൽ വ്യാപാരികളെല്ലാം എന്ത് ചെയ്യുന്നു, നികുതികൾ കളക്ട് ചെയ്ത് നികുതി ഒരുമിച്ച് എന്ത് ചെയ്യുന്നു, ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നു. അപ്പോൾ GSTനെ പറ്റി നമ്മളൊരു ബേസിക് ഇൻഫർമേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ധനനയത്തെ പറ്റിയിട്ടാണ്. എന്താണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്? ധനനയം, അതുപോലെ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഫിസ്ക്കൽ പോളിസി, മോണിറ്ററി പോളിസി. എന്താണ് ഫിസ്ക്കൽ പോളിസി, മോണിറ്ററി പോളിസി തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്? അപ്പോൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് ഗവൺമെന്റ് എടുക്കുന്നതും മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് ആരാണ്, നമ്മുടെ RBI എടുക്കുന്ന പോളിസികളാണ്. രണ്ട് പേർപ്പസിന് വേണ്ടിയിട്ടാണ് രണ്ടാളുകളും എന്ത് ചെയ്യുന്നത്, ധനനയവും മോണിറ്ററി പോളിസി എടുക്കുന്നത്, പണനയവും എടുക്കുന്നത്. അപ്പോൾ പണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് ആരാണ്, നമ്മുടെ RBI ആണ്. അത് പണനയം അല്ലെങ്കിൽ മോണിറ്ററി പോളിസി ആണെങ്കിൽ ധനനയം എന്ന് പറയുന്നത് ആരെടുക്കുന്നു, നമ്മുടെ ഗവൺമെന്റ് എടുക്കുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് ഈ ഫിസ്ക്കൽ പോളിസി നമുക്ക് നോക്കാം. അപ്പോൾ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പൊതു ചേർത്ത് വരുന്നതൊക്കെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുമല്ലോ. പൊതു വരുമാനം, പൊതു ചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച് സമഗ്രമായ സർക്കാർ നയമാണ് ധനനയം എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു ഗവൺമെന്റ് ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് എത്ര വരുമാനം കിട്ടി, എത്ര ചെലവായി, എത്ര കടമുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെന്റിന് ഒരു നയം ഉണ്ടാവും. അപ്പോൾ എത്ര ഫിസിക്കൽ ഡെഫിസിറ്റ് ഇത്തവണ വരണം, അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ നിന്ന് എത്ര പുറത്തേക്ക് ബഡ്ജറ്റ് പോയിട്ടുണ്ട്, എത്ര പദ്ധതികൾ വന്നിട്ടുണ്ട്, എത്ര അഡീഷണൽ ചിലവായിട്ടുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുഴുവൻ ബഡ്ജറ്റിന്റെ സമയത്ത് ഗവൺമെന്റ് അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പൊതുവരുമാനത്തെയും പൊതു ചെലവിന്റെയും പൊതു കടത്തെയും സംബന്ധിച്ച ഗവൺമെന്റ് എടുക്കുന്ന നയങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, ധനനയം അഥവാ ഫിസിക്കൽ പോളിസി എന്ന് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നവരാണ്, ധനകാര്യ വകുപ്പ് തയ്യാറാക്കുന്ന ഈ നയം നടപ്പിലാക്കുന്നത് ബഡ്ജറ്റിലൂടെയാണ്. ബഡ്ജറ്റിൽ പ്രസന്റ് ചെയ്തതിന് ശേഷമാണ് ഇത് എന്ത് ചെയ്യുന്നത്, കേമിന്റെ എഫക്റ്റ് ആവുന്നത് അല്ലേ, നേരിട്ട് ബഡ്ജറ്റിലേക്ക് കടക്കുന്നത്. അപ്പം ഇത് തയ്യാറാക്കുന്നത് ധനകാര്യ വകുപ്പാണ് അല്ലേ. നോർമലി നമുക്കറിയാം, ലോജിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, ധനകാര്യ വകുപ്പായിരിക്കും നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ധനനയം എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ പോളിസിയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഗവൺമെന്റിന്റെ പൊതുചെലവ്, പൊതു വരുമാനം അല്ലെങ്കിൽ പൊതുകടം എന്നിവയെ സംബന്ധിച്ച് ഗവൺമെന്റിന്റെ നയം എന്താണോ അതിനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത് എന്തിൽ, ധനനയത്തിൽ. നിലവിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനും ഗവൺമെന്റ് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു നയം കൂടിയാണ് ധനനയം. അതായത് നിലവിലൊരു സാമ്പത്തിക സ്ഥിതി ഉണ്ട്, ഗവൺമെന്റിന് ചിലപ്പോൾ കടമായിരിക്കാം, ചിലപ്പോൾ സർപ്ലസ് കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിലവിൽ എന്താണോ സിറ്റുവേഷൻ അതിനെ മെച്ചപ്പെടുത്തുക, സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക എന്ന് പറയുന്നതാണ് എന്ത് ചെയ്യുന്നത്. കൂടുതൽ ഗവൺമെന്റുകൾക്കും വെൽഫെയർ ആക്ടിവിറ്റീസ് ഒക്കെ ഒരുപാട് നടപ്പിലാക്കുന്നു, റവന്യൂ ചെലവുകൾ കൂടുന്നു. അപ്പോൾ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുന്ന സമയത്ത് ഗവൺമെന്റിന് എപ്പോഴും ഒരു കടമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് നിലവിലുള്ള ഇക്കണോമിക് സ്റ്റെബിലിറ്റി കൈവരിക്കണം. ഒരു പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ ഗവൺമെന്റ് സ്റ്റേബിൾ ആയിരിക്കണം. അപ്പോൾ ഈ സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന് ഈ ഒരു മാർഗം എന്ത് ചെയ്യണം, മുന്നോട്ടുണ്ടാവണം, ഒരു പ്ലാൻ ഉണ്ടാവണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നയമാണ് എന്ത് ചെയ്യുന്നത്, ധനനയം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ സർക്കാർ കമ്മി തിട്ടപ്പെടുത്തൽ. എന്തൊക്കെ കമ്മികളുണ്ട് അല്ലെങ്കിൽ ഡെഫിസിറ്റുകൾ ഉണ്ടെന്നാണ് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ്. എന്താണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇത് കടമാണ് അല്ലേ. കടം എന്ന് പറയുന്നത്, ഒരു ഗവൺമെന്റിന്റെ കടം എന്ന് പറയുന്നത് ഫിസിക്കൽ ഡെഫിസിറ്റ് നമുക്ക് ബ്ലൈൻഡ്ലി പറയാം, ഇതിന് കടമാണ് സൂചിപ്പിക്കുന്നതെന്ന്. അതായത് ഒരു സർക്കാരിന് മുഴുവൻ വരുമാനം കിട്ടുന്നു അല്ലെങ്കിൽ മൊത്തം വരുമാനം കിട്ടുന്നു, ഗവൺമെന്റിന് ചെലവുകളുണ്ട്, മൊത്തം ചെലവുകളുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസത്തെയാണ് അല്ലെങ്കിൽ വരവ് ചെലവ് വ്യത്യാസത്തെയാണ് പ്രധാനമായിട്ടും നമ്മൾ ധനകമ്മി എന്ന് പറയുന്നത്. അതിനകത്ത് വേറൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഫാക്ട് എടുക്കുന്നില്ല, മുഴുവൻ വരുമാനവും മുഴുവൻ ചെലവ് എടുത്താൽ. ഇപ്പോൾ 100 കോടി ഗവൺമെന്റിന് വരുമാനമുണ്ട്, 120 കോടി ചെലവുണ്ടെങ്കിൽ 20 കോടി ബാക്കിയാണ്. ആ 20 കോടിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ധനകമ്മി അഥവാ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ ഇതെന്താണ് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റിന്റെ കടമാണ്. ഈ 20 കോടി എന്ന് പറഞ്ഞാൽ എന്താണ്, കയ്യിലില്ലാത്ത പണമാണ്, ചെലവ് കൂടുതലായി. അപ്പോൾ അതെന്ത് ചെയ്യണം, അത് ഫിനാൻസ് ചെയ്യണമെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യണം, കടം എടുക്കേണ്ടി വരുന്നു. അപ്പോൾ പ്രധാനമായിട്ടും ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് കടമാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു രാജ്യത്തെ മൊത്തം വരുമാനം കുറഞ്ഞിരിക്കുകയും മൊത്തം ചെലവ് കൂടിയിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു രാജ്യത്തെ മൊത്തം വരുമാനം കുറഞ്ഞിരിക്കുകയും മൊത്തം ചെലവ് കൂടിയിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു കമ്മി ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്തതാണ് റവന്യൂ കമ്മി. റവന്യൂ കമ്മി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബഡ്ജറ്റ് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചു അല്ലേ. ബഡ്ജറ്റ് എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മൾ ആദ്യം മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ പറഞ്ഞു ബഡ്ജറ്റിന് 2 സോണുകളുണ്ട്. എന്തൊക്കെയാണ്? ബഡ്ജറ്റ് എന്ന് പറയുന്നതിൽ റവന്യൂ പാർട്ടുകളുമുണ്ട്, ക്യാപിറ്റൽ പാർട്ടുകളുമുണ്ട്. എന്താ തമ്മിലുള്ള വ്യത്യാസം? റവന്യൂ എന്ന് പറയുന്നത് വൺ വേ ചെലവാണ് അല്ലേ, വരവായിക്കോട്ടെ ചെലവായിക്കോട്ടെ, ഇത് വൺ വേ ആണ്. ഗവൺമെന്റിന് റവന്യൂ വരുമാനം കിട്ടുക എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ടാക്സ് പോലുള്ള കാര്യങ്ങളിലൂടെ വൺ വേ എന്ത് ചെയ്യുന്നു, തിരിച്ച് കൊടുക്കേണ്ടാത്ത പണം ഇങ്ങോട്ട് വാങ്ങുന്നു. എന്നാൽ അങ്ങോട്ട് കൊടുക്കുന്ന വെൽഫെയർ ആക്ടിവിറ്റീസ് പോലുള്ള കാര്യങ്ങൾ, സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, തിരിച്ച് ഗവൺമെന്റ് ഇങ്ങോട്ട് വാങ്ങാതെ ഇൻവെസ്റ്റ്മെന്റ് അല്ലാതെ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു വൺ വേ പേയ്മെന്റ് ആണ്. ഈ വൺ വേ പേയ്മെന്റുകളാണ് നമ്മൾ റവന്യൂവിൽ ഉൾപ്പെടുത്തിയത്.
ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ 2 വേ ആണ്. നമ്മൾ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നാളെ നമുക്ക് തിരിച്ച് കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ഒരു അസറ്റ് വിറ്റിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പണം കൊടുക്കുന്നത്. ഒരു 2 വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇങ്ങോട്ട് വാങ്ങിക്കുന്ന പൈസ പലിശയ്ക്ക് വാങ്ങിച്ചിട്ട് തിരിച്ച് അങ്ങോട്ട് കൊടുക്കാം, ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ എന്ത് ചെയ്യുക, ട്രാൻസാക്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു 2 വേ ആണ്. കൊടുത്താൽ തിരിച്ച് കിട്ടുന്ന ഒരു സാധനത്തിനാണ് നമ്മൾ എന്ത് പറയുക, ക്യാപിറ്റലിൽ ഉൾപ്പെടുത്തുക. അതൊരു അസറ്റായിട്ട് അവിടെ നിലകൊള്ളുന്നു. എന്നാൽ അസറ്റായിട്ട് നിലകൊള്ളാതെ 1 വേ ആയിട്ട് മാത്രം ട്രാവൽ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഈ റവന്യൂ എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിൽ റവന്യൂ മാത്രം എടുത്തിട്ട് റവന്യൂ വരവും ഉണ്ടാവും, റവന്യൂ ചെലവും ഉണ്ടാവും. ഇത് തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ എന്ത് പറയുക, റവന്യൂ കമ്മി അഥവാ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഒരു രാജ്യത്തെ റവന്യൂ വരുമാനവും റവന്യൂ ചെലവും തമ്മിലുള്ള വ്യത്യാസമാണ് അറ്റ വരുമാനത്തെക്കാൾ കുറവായിരിക്കുന്ന സമയത്ത് റവന്യൂ കമ്മി ഉണ്ടാകുന്നു. അപ്പോൾ ടോട്ടൽ റവന്യൂവിനേക്കാളും, അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂവിനേക്കാളും, അത് അറ്റ വരുമാനത്തെക്കാളും ഒരു നെറ്റ് മൊത്തത്തിൽ കിട്ടുന്ന നമ്മുടെ ഇൻകത്തിനേക്കാളും കുറവാണെങ്കിൽ നമുക്ക് അതിൽ എന്ത് പേര് വിളിക്കാം, റവന്യൂ കമ്മി എന്ന് പറഞ്ഞ പേര് കൊണ്ട് വിളിക്കാം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി അവസാനത്താണ് പ്രാഥമിക കമ്മി. ഓർത്തിരിക്കേണ്ട അവസാനത്തെ ടെർമിനോളജിയാണ് പ്രാഥമിക കമ്മി അഥവാ പ്രൈമറി ഡെഫിസിറ്റ്. എന്താണ് ഈ പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ, രാജ്യത്തിന്റെ ഒരു സാമ്പത്തിക വർഷത്തിലെ മൊത്തം ധന കമ്മിയിൽ നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു സാധനമാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ കടമായിരുന്നു. ഈ കടത്തിൽ എന്തൊഴിവാക്കണം, പലിശ പേയ്മെന്റുകൾ കുറയ്ക്കുന്നതിലൂടെ ലഭിക്കുന്ന തുകയാണ് പ്രാഥമിക കമ്മി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിന്റെ പ്രാഥമിക കമ്മി എന്ന് പറയുന്നത് പലിശ പേയ്മെന്റ്, അതായത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് നിന്നും പലിശ പേയ്മെന്റ്, ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് കുറയ്ക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെഫിസിറ്റ് ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ എടുക്കുന്ന കടത്തിനാണ് നമ്മൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എടുക്കുന്നതിൽ നിന്ന് നമ്മൾ പലിശ പേയ്മെന്റ് പോകുന്ന എത്രയാണോ, പലിശ പേയ്മെന്റ് കുറച്ചിട്ട് ബാക്കി എത്ര കിട്ടുന്നുണ്ടോ അതിനാണ് നമ്മൾ പറയുന്നത് പ്രാഥമിക കമ്മി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫിസ്ക്കൽ ഡെഫിസിറ്റ് നമ്മൾ ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ഫിസ്ക്കൽ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്, ഫിസ്ക്കൽ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്. ഇപ്പം ധനകമ്മി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞു, ധനകമ്മിയിൽ നിന്നും പലിശ പേയ്മെന്റുകൾ കുറയ്ക്കുന്നു, അല്ലേ, പലിശ പേയ്മെന്റുകൾ കുറയ്ക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രാഥമിക കമ്മി അഥവാ പ്രൈമറി ഡെഫിസിറ്റ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് എത്ര കൊടുക്കുന്നോ അന്നേരം നമുക്ക് എന്ത് കിട്ടുന്നു, പ്രാഥമിക കമ്മി കിട്ടുന്നു. അപ്പോൾ നമ്മൾ 3 തരത്തിലുള്ള കാര്യങ്ങൾ പഠിച്ചു. ഒന്ന് ധനകമ്മി, മൊത്തം വരുമാനവും മൊത്തം ചെലവും തമ്മിലുള്ള വ്യത്യാസമാണ് ധനകമ്മി അഥവാ കടമാണ്. റവന്യൂ കമ്മി എന്ന് പറഞ്ഞാൽ റവന്യൂ വരുമാനം റവന്യൂ ചെലവ് തമ്മിലുള്ള വ്യത്യാസം എത്രയിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു, മൊത്തത്തിലുള്ള നമ്മുടെ നെറ്റ് വരുമാനത്തിൽ നിന്ന് എത്ര കുറവായിരിക്കുന്നു അതിനെയാണ് നമ്മൾ റവന്യൂ കമ്മി എന്ന് പറയുന്നത്. പ്രാഥമിക കമ്മി എന്ന് പറഞ്ഞാലോ ഒരു രാജ്യത്തിന്റെ ഒരു സാമ്പത്തിക വർഷത്തിലെ മൊത്തം ഫിസ്ക്കൽ ഡെഫിസിറ്റ് എത്രയാണോ അതിൽ നിന്നും ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് കുറച്ച് ബാക്കി വരുന്ന കടവ് എത്രയാണോ അതിനെയാണ് നമ്മൾ പ്രാഥമിക കമ്മി അഥവാ പ്രൈമറി ഡെഫിസിറ്റ് എന്ന് വിളിച്ചത്. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് ഉപയുക്തത അഥവാ യൂട്ടിലിറ്റി. എന്താണ് ഈ ഉപയുക്തത, യൂട്ടിലിറ്റി? നമുക്ക് ഒരു സെൻറ്റൻസ് വായിച്ചു തീർത്തതിന് ശേഷം നമുക്കൊരു എക്സാമ്പിളിലൂടെ ഇതിലേക്ക് വരാം. ഒരു ഉപഭോക്താവ് ഒരു വസ്തു ചോദനം ചെയ്യണോ വേണ്ടയോ, ചോദനം എന്ന് പറഞ്ഞാൽ ഡിമാൻഡാണ്, ചോദനം എന്ന് പറഞ്ഞാൽ ഡിമാൻഡാണ്. ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആ വസ്തു വാങ്ങുന്നതിൻ്റെ ഭാഗമായി അവൾക്ക് ലഭിക്കുന്ന ഉപയുക്തതയുടെ അടിസ്ഥാനത്തിലാണ്. ആവശ്യം തൃപ്തിപ്പെടുത്താനുള്ള ഒരു വസ്തുവിൻ്റെ കഴിവിനെയാണ് ഉപയുക്തത എന്ന് പറയുന്നത്. ആവശ്യം തൃപ്തിപ്പെടുത്താനുള്ള ഒരു വസ്തുവിൻ്റെ കഴിവിനെയാണ് ഉപയുക്തത എന്ന് പറയുന്നത്. കൂടാതെ ഒരു വസ്തുവിൻ്റെ ആവശ്യകത മറ്റൊന്നിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ വസ്തുവിന് ഉപയുക്തത കൂടുതലാണ് എന്ന് അർത്ഥം. ഉപയുക്തത ആത്മനിഷ്ഠമാണ്, കൂടാതെ വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത ഉപയുക്തതയാണ് ഒരേ വസ്തുവിൽ നിന്ന് തന്നെ ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞതിനകത്ത് നിന്ന് എന്താണ് ഉപയുക്തത എന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് മനസ്സിലാക്കുക, യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു വസ്തുവിൻ്റെ യൂസേജ് ആണ്, അല്ലേ. ഓരോ ആളുകൾക്കും ഓരോ സാധനങ്ങളും ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, യൂസേജ് ഉണ്ടാവുക. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനം മറ്റൊരാൾക്ക് ഇഷ്ടമാവണമെന്നില്ല. എന്നെ സംബന്ധിച്ച് ആ പ്രോഡക്റ്റ് യൂസ്ഫുൾ ആണ്, അപ്പോൾ എനിക്ക് അതിൻ്റെ യൂട്ടിലിറ്റി കൂടുതലാണ്, അവൻ അതിൻ്റെ യൂട്ടിലിറ്റി കുറവാണ്. ഈ ഒരു വസ്തു എന്ത് ചെയ്യാം, ഒരു വ്യക്തിപരമായിട്ട് മാറുന്നതിൻ്റെ കൂടെ ഒരു ഇൻഡിവിജ്വലിന് മാത്രമായിട്ട് കാലാവസ്ഥയ്ക്കോ അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റു പല എക്സ്റ്റേണൽ കാരണങ്ങൾക്ക് അനുസരിച്ചിട്ടോ അതിൻ്റെ യൂട്ടിലിറ്റി മാറാം, അല്ലേ. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഉദാഹരണത്തിന് ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്ത് സംഭവിക്കുന്നു, ചോക്ലേറ്റിൽ നിന്ന് ലഭിക്കുന്ന ഉപയുക്തത ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ലഭിക്കുന്ന ഉപയുക്തതയേക്കാൾ കൂടുതലായിരിക്കും. ഇപ്പോൾ ഈ ഒരു ഫിഗർ ഒന്ന് നോക്കിയേ. ഈ കുട്ടി വളരെ സന്തോഷത്തോടു കൂടി ചോക്ലേറ്റ് കഴിക്കുന്നു. അപ്പോൾ ഈ കുട്ടിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്, അയാൾക്ക് ആ ചോക്ലേറ്റ് കൊണ്ട് യൂട്ടിലിറ്റി ഉണ്ട്, അല്ലേ. അപ്പോൾ ഇവിടെ യൂട്ടിലിറ്റി കൂടുതലായിരിക്കും. ഇവിടെ ഈ ആൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ല, അപ്പോൾ ആൾക്ക് ചോക്ലേറ്റ് വലിയ താല്പര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ സെയിം വസ്തു ഇയാളുടെ കിട്ടിയപ്പോൾ അതിൻ്റെ യൂട്ടിലിറ്റി കുറഞ്ഞു, അല്ലേ. വ്യക്തിപരമായിട്ട് യൂട്ടിലിറ്റി കുറയാം. വ്യക്തിപരമായിട്ട് ഒരേ സാധനത്തിന് പല യൂട്ടിലിറ്റീസ് ആയിരിക്കാം. അത് അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടും അവർ യൂസ് ചെയ്യുന്നതനുസരിച്ചും ഇരിക്കും. അവർക്ക് അതുകൊണ്ട് ഉപയോഗമുണ്ടോ എന്നതനുസരിച്ചിരിക്കും. നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു ഹിയറിംഗ് എയ്ഡ് ഉണ്ടെന്ന് വിചാരിക്കാം. ചെവി കേൾക്കാത്ത ഒരാൾക്ക് ഹിയറിംഗ് എയ്ഡ് എന്ന് പറയുന്നതിൻ്റെ ഉപയുക്തത കൂടുതലാണ്. നമുക്ക് ചെവി കേൾക്കും, നമുക്ക് ഹിയറിംഗ് എയ്ഡിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അതിന് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത ഉപയുക്തതയായിരിക്കും ഒരേ വസ്തുവിൽ തന്നെ ലഭിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കൂടാതെ ഒരു ആവശ്യം തൃപ്തിപ്പെടുത്താനുള്ള ഒരു വസ്തുവിൻ്റെ കഴിവിനെയാണ് ഉപയുക്തത എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഡെഫിനിഷനായിട്ട് നമ്മൾ പറഞ്ഞൊരു പോയിന്റ് ആയിരുന്നു, ആവശ്യം തൃപ്തിപ്പെടുത്താനുള്ള വസ്തുവിൻ്റെ കഴിവാണ് ഉപയുക്തത എന്ന് പറയുന്നത്.
അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരേ വസ്തുവിന് 2 കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത ഉപയുക്തതയായിരിക്കും. നമ്മുടെ കയ്യിൽ ഒരു ചൂട് ചായ ഉണ്ടെന്ന് വിചാരിക്കുക. അത് 2 കാലഘട്ടം നമ്മൾ എടുക്കുകയാണ്. ഒന്ന് ഒരു മാർച്ച് ഏപ്രിൽ ടൈം പീരീഡ് എടുക്കുകയാണ്, ഒന്ന് ജൂൺ ജൂലൈ സമയം എടുക്കുകയാണ്. അപ്പോൾ ഈ മാർച്ച് ഏപ്രിൽ സമയത്ത് നമ്മളൊരു നട്ടുച്ച സമയത്ത് ഒരു ചൂട് ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന യൂട്ടിലിറ്റി ആയിരിക്കുമോ നമുക്ക് ഈ പറഞ്ഞ ജൂൺ ജൂലൈ മാസം നല്ല തണുത്ത സമയത്ത് വൈകുന്നേരം ഇരുന്ന് ചായ കുടിക്കുമ്പോൾ കിട്ടുന്നത്? അപ്പോൾ ഒരേ വസ്തു, എനിക്ക് ചായ ഇഷ്ടമാണെന്ന് വിചാരിക്കാം, എനിക്ക് ചായ ഇഷ്ടമാണ്, പക്ഷെ അതേ ചായക്ക് 2 യൂട്ടിലിറ്റി അവിടെ കിട്ടിയത്. ഈ ജൂൺ ജൂലൈ സമയത്ത് നല്ല മഴയുള്ള സമയത്ത്, തണുപ്പുള്ള സമയത്ത് ചൂട് ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ യൂട്ടിലിറ്റി കൂടി, നമുക്ക് അതിൻ്റെ യൂസേജ്, അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കൂടുകയാണ്. അതേസമയം നട്ടുച്ചയ്ക്ക് മാർച്ച് ഏപ്രിൽ മാസത്തിലെ കൊടും ചൂടിൽ നട്ടുച്ചയ്ക്ക് ചൂട് ചായ കുടിക്കുക എന്ന് പറയുന്നത് കുറച്ച് എന്താണ് പ്രശ്നമാണ്. അത് ഇഷ്ടമുള്ള ആളുകളും ഉണ്ട്, എങ്കിൽ പോലും അതിന് യൂട്ടിലിറ്റി എന്താണ് കുറവാണ്. ഇപ്പോൾ ചായ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ശരിയായിരിക്കാം. ഇതേ കണ്ടീഷൻ നമുക്ക് പല വസ്തുക്കളിലും പറയാം. ഒരു നല്ല തണുത്ത ഐസ് പോലെ ഇരിക്കുന്ന ഒരു ഡ്രിങ്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അത് ഈ പറഞ്ഞ ഡിസംബർ മാസത്തിലോ ജൂൺ ജൂലൈ മാസത്തിലോ കഴിക്കുക എന്ന് പറയുന്നത് എന്തായിരിക്കും? യൂട്ടിലിറ്റി തീരെ കുറവായിരിക്കും. എന്നാൽ അത് ഈ പറഞ്ഞ നേരെ തിരിച്ചുള്ള കണ്ടീഷൻ ആണെങ്കിലോ, മാർച്ച് ഏപ്രിൽ കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് കുടിക്കുക എന്ന് പറയുന്നത് എന്താണ്? അവിടെ അതിന് യൂസേജ് കൂടുതലാണ്. അപ്പോൾ ഒരേ വസ്തുവിന് വ്യത്യസ്തമായ യൂസേജ് ആയിരിക്കും പല സമയത്ത് ഉണ്ടാവുക. അതിന് യൂസേജ് നമുക്ക് എപ്പോൾ കൂടുതലാണോ അപ്പോൾ അതിന് യൂട്ടിലിറ്റി കൂടി എന്ന് പറയാം. അതിനാണ് സിംപ്ലി നമ്മൾ ഉപയുക്തത എന്ന് പറയുന്നത്. അടുത്താണ് ചോദനം അഥവാ ഡിമാൻഡ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഡിമാൻഡ് എന്ന് പറയുന്നത് നോക്കാം. ഒരു സാധനമോ സേവനമോ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഉപഭോക്താവിന്റെ ആഗ്രഹവും അതിന് വില നൽകാനുള്ള സന്നദ്ധതയും സംബന്ധിച്ച സാമ്പത്തിക ആശയമാണ് ചോദനം. അപ്പോൾ ഡിമാൻഡ് ഉണ്ടാവണമെങ്കിൽ, ചോദനം അഥവാ ഡിമാൻഡ് ഉണ്ടാവണമെങ്കിൽ പ്രധാനമായിട്ടും ഉണ്ടാവേണ്ട കാര്യം എന്താണ്? ഒരു സാധനമോ സേവനമോ ലഭ്യമാക്കാനും വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപഭോക്താവിന്റെ ആഗ്രഹം. ഇപ്പം ഇതെനിക്ക് വാങ്ങണമെന്നുണ്ട്, ഞാൻ വഴിയിൽ കാണുന്ന സമയത്ത് ആലോചിക്കുകയാണ് ഇതെനിക്ക് വേണം, വാങ്ങണം എന്നൊരു ആഗ്രഹം തോന്നുന്നതാണ്. അത് ഒന്നാമത്തെ കണ്ടീഷൻ. അതിന് വില നൽകാനുള്ള സന്നദ്ധതയാണ്. അപ്പോൾ അതിന് വില കെട്ടതിന് ശേഷം, അപ്പോൾ ഇപ്പോൾ കടകളിലൊക്കെ തുണിക്കടയിൽ കയറുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ പല സിറ്റുവേഷൻസ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കയറിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ടോപ്പ് അല്ലെങ്കിൽ ചുരിദാർ കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുക. അത് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം വില ചോദിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചതിനേക്കാളും 3 മടങ്ങാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒറ്റടി കണ്ണു പൂട്ടിയിട്ട് മിണ്ടാതെ ഇറങ്ങിപ്പോരുന്നു. അപ്പോൾ അതിന് എന്ത് പറ്റി? നമ്മുടെ ഡിമാൻഡ്, നമുക്കതിനുള്ള ആഗ്രഹം മാത്രമല്ല, നമുക്കത് പർച്ചേസ് ചെയ്യണം, നമ്മുടെ പവറും കൂടി അതിനകത്ത് ഉണ്ടായിരിക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കണം. അപ്പോഴാണ് നമുക്കതിന് പ്രോപ്പർ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുകയെന്ന് പറയാം. അപ്പോൾ ഒരു സാധനമോ സേവനമോ ലഭ്യമാക്കുന്നതിനോ വാങ്ങുന്നതിനോ ഉപഭോക്താവിൻ്റെ ആഗ്രഹവും കൂടാതെ അതിന് വില നൽകാനുള്ള സന്നദ്ധതയും, ഇവർ പറയുന്ന റേറ്റ് എനിക്ക് ബാർഗെയിൻ ചെയ്തിട്ടാണെങ്കിലും എൻ്റെ റേറ്റിലേക്ക് ഇത് വരണം. അപ്പോൾ അതിനെ സംബന്ധിച്ച സാമ്പത്തിക ആശയത്തിനാണ് നമ്മൾ ഡിമാൻഡ് എന്ന് പറഞ്ഞതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വസ്തുവിന് എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ അതിന് ഡിമാൻഡ് പെട്ടെന്ന് കൂടാം. ആ ഡിമാൻഡ്, ആ പ്രൈസ് റേഞ്ച് അതിന് വളരെ കുറവാണെങ്കിലോ, ഒറ്റയടിക്ക് ആ ഒരു എല്ലാവർക്കും കോമൺ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സാധനം ഒറ്റയടിക്ക് പ്രൈസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഒറ്റയടിക്ക് ഡിമാൻഡ് കൂടും അല്ലേ? നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് റേഞ്ചിൽ വരികയും കൂടെ വേണമെന്ന് പറയുന്ന ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തിയറിയാണ് ചോദന നിയമം അഥവാ ഡിമാൻഡ് തിയറി എന്ന് പറയുന്നത്. എന്താണ് ഡിമാൻഡ് തിയറി എന്ന് പറഞ്ഞാൽ? ഒരു സാധനത്തിൻ്റെയോ സേവനത്തിൻ്റെയോ വിലയും ചോദനവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന നിയമമാണ് ചോദന നിയമം അഥവാ ഡിമാൻഡ് തിയറി. അപ്പോൾ ഒരു സാധനമോ സേവനമോ നമ്മുടെ കയ്യിലുണ്ടെന്ന് നമ്മൾ വാങ്ങാൻ പോവാണ്, അതിൻ്റെ വിലയും അതിൻ്റെ ചോദനവും തമ്മിലുള്ള ബന്ധമാണ്, അതിൻ്റെ പ്രൈസും അതിൻ്റെ ഡിമാൻഡും. ഒരു പ്രൈസ് ഡിമാൻഡ് തമ്മിലുള്ള ബന്ധമാണ് അല്ലേ? ഒരു പ്രൈസും അതിൻ്റെ ഡിമാൻഡും തമ്മിലുള്ള ബന്ധം, പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ബന്ധമാണ് പ്രധാനമായിട്ടും ചോദന നിയമത്തിൽ പറയുന്നത്, ഡിമാൻഡ് തിയറിയിൽ പ്രധാനമായിട്ടും പറയുന്നത്. വില കൂടുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു സാധനം പെട്ടെന്ന് വാങ്ങാൻ പോകുന്ന സമയത്ത് അതെങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഇത് ഈ വിലയും ചോദനവും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മളിപ്പോൾ ഇവന് ചായ കുടിക്കാൻ പോകുകയാണെങ്കിൽ ചിലപ്പോൾ 10 രൂപയുടെ ചായയും 12 രൂപയുടെ ചായ കിട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ വില കുറഞ്ഞ സ്ഥലത്ത് നമ്മൾ പ്രധാനമായിട്ടും കുടിക്കാൻ നോക്കും. ചായക്ക് ക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനം നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ പോലും 2 ഈക്വലാണെങ്കിൽ, രണ്ടും ഒരേപോലത്തെ സാധനങ്ങളാണെങ്കിൽ വില കുറവുള്ള സ്ഥലത്ത് നിന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, വാങ്ങുക. അപ്പോൾ നമ്മൾ സ്ഥിരം കുടിച്ചുകൊണ്ടിരിക്കുന്ന 10 രൂപയുടെ ചായക്കടയിൽ നിന്ന് ഒരു ദിവസം 15 രൂപയ്ക്ക് ചായക്ക് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ 12 രൂപയുടെ ചായക്കടയിലേക്ക് നമ്മൾ മാറാൻ ശ്രമിക്കും. കാരണം വിലയും ഇതിൻ്റെ ഡിമാൻഡും തമ്മിൽ എന്ത് ചെയ്യുന്നു, എപ്പോഴും ഒരു ബന്ധം ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഒരു സാധനത്തിൻ്റെയോ സേവനത്തിൻ്റെയോ വില കുറയുമ്പോൾ ചോദനം കൂടുകയും വില കൂടുമ്പോൾ ചോദനം കുറയുകയും ചെയ്യും. നമുക്ക് പ്രൈസ് കുറയുമ്പോൾ, ഇപ്പോൾ എല്ലാ ഗുഡ്സിനും ഒരുപോലെ അല്ല, പല ഗുഡ്സിനും പല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ഗുഡ്സുകളുണ്ട്, നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. നോർമൽ കണ്ടീഷൻ പരിഗണിക്കുകയാണെങ്കിൽ നമുക്ക് വില കൂടുമ്പോൾ അതിനുള്ള ചോദനം കുറയും. ചായക്ക് വില കൂടുന്നു പറഞ്ഞ പോലെ പല കാര്യങ്ങൾക്കും വില കൂടുമ്പോൾ നമ്മളതിന് ഡിമാൻഡ് കുറയും, വില കുറയുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു, കൂടുന്നു. ഇപ്പോൾ ലുലു മാളിലൊക്കെ പെട്ടെന്ന് നമുക്ക് കേട്ടിട്ടുണ്ടാവും, പെട്ടെന്ന് ഒരു ദിവസം ഒരു ഓഫർ സെയിൽ പ്രഖ്യാപിക്കുകയാണെങ്കിൽ വില കുറയുമെന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും, അങ്ങോട്ട് അടുക്കാൻ പോലും പറ്റാത്ത തിരക്കായിരിക്കും. കാരണം എന്താണ്? പ്രൈസ് കുറയാന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഓഫറുകളും പ്രൈസ് കുറയാന്നൊക്കെ പറയാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിൽ ആ ഒരു ചോദനം കൂട്ടുകയാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ചോദന വക്രം. അപ്പോൾ ഇതുപോലത്തെ വക്രം നിങ്ങളൊക്കെ പ്രധാനമായിട്ട് ചോദിക്കാറുണ്ട്. ഡിമാൻഡ് കർവുകൾ ചോദിക്കാറുണ്ട്, പല കർവ്. നമ്മളിപ്പോൾ ഇതിനകത്തൊരു പ്രധാനമായിട്ട് കർവുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്തൊക്കെ വരുന്നുണ്ട്, ഗ്രാഫിൻ്റെ 2 സൈഡുകളിലും 2 ആക്സിസുകളിലും എന്താ വരുന്നത്, ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഇത് ചോദന വക്രമാണ്. ഇതിൻ്റെ ഇപ്പോൾ ഏതാണോ ഒരു കർവ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഷേപ്പ് എന്താണ് എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിയിരിക്കുക,
പ്രൈസും ക്വാണ്ടിറ്റിയാണ്. ചോദന വക്രം ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വിലയും ആ വസ്തുവിൻ്റെ ക്വാണ്ടിറ്റിയും തമ്മിലുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത്. വില കൂടുമ്പോൾ ക്വാണ്ടിറ്റി പർച്ചേസ് നിന്ന് കുറയുന്നു. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യുക? പ്രൈസ് നേരെ കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ ക്വാണ്ടിറ്റി നേരെ താഴത്തോട്ട് വരും അല്ലേ? അപ്പോൾ പ്രൈസ് കുറഞ്ഞാലോ അതിന് ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതുപോലെ ആയിരിക്കും എന്ത് ചെയ്യുക? പോവുക. അപ്പോൾ പ്രൈസ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡിമാൻഡ് എന്ത് ചെയ്യും? ഇങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കും. ഇനി പ്രൈസ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിമാൻഡ് താഴത്തേക്ക് എന്ത് ചെയ്യും? ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നത് കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു ഗ്രാഫിൻ്റെ സ്ലോപ്പിനാണ് നമ്മൾ എന്താ പറയുക? ഡിമാൻഡ് എന്ന് പറയുക. ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കിയിരിക്കുക, ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഒരു ചെരിഞ്ഞിരിക്കുന്ന വരെയാണെന്ന് മനസ്സിലായില്ലേ? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഡൗൺവേർഡ് സ്ലോപ്പാണെന്ന് മനസ്സിലായി. താഴത്തേക്കാണെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് ഡിമാൻഡ് കർവിൻ്റെ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇതുപോലെയുള്ള നമ്മൾ പഠിക്കാൻ പോകുന്ന ഗ്രാഫുകളുടെ മിക്കവാറും എണ്ണം ഡൗൺവേർഡ് സ്ലോപ്പിംഗ് തന്നെയാണ്. അടുത്താണ് ചോദന വക്രവും ഇലാസ്റ്റികതയും, അല്ലെങ്കിൽ ഡിമാൻഡ് കർവ് ആൻഡ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ ഈ ഡിമാൻഡ് കർവും അതിൻ്റെ ഇലാസ്റ്റിസിറ്റി എന്താണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുകയാണ്. ഓൾറെഡി നമ്മൾ ഡിമാൻഡ് കർവ് എന്താണെന്ന് മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ അടുത്ത് പറയുന്നത് ഒരു സാധനത്തിൻ്റെയോ സേവനത്തിൻ്റെയോ ചോദനത്തിൻ്റെ അളവ് വില വ്യത്യാസത്തിനനുസരിച്ച് എത്രത്തോളം മാറുന്നു എന്നതാണ് ഇലാസ്റ്റികത കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രൈസ് ഡിമാൻഡും തമ്മിലുള്ള ഒരു കണക്ഷനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സാധനത്തിൻ്റെയോ സേവനത്തിൻ്റെയോ ചോദനത്തിൻ്റെ അളവ് വില വ്യത്യാസത്തിനനുസരിച്ച് എത്രത്തോളം മാറുന്നു? അപ്പോൾ പ്രൈസ് കൂടുന്നതനുസരിച്ച് ഡിമാൻഡിന് എത്ര വേരിയേഷൻ ഉണ്ടാകുന്നതനുസരിച്ച് അതിന് എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഇലാസ്റ്റിസിറ്റിക്ക് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ പ്രൈസ് കുറേ കൂടിയാൽ അതിനനുസരിച്ച് ഒപ്പം തന്നെ എന്ത് ചെയ്യും? ഡിമാൻഡും ചിലപ്പോൾ മാറാം. പ്രൈസ് ഒരുപാട് കൂടി എന്നാൽ ഡിമാൻഡ് ഒരുപാട് മാറിയിട്ടില്ല, എന്നാൽ പ്രൈസ് കുറച്ചേ മാറിയിട്ടുള്ളൂ എന്നാൽ ഡിമാൻഡ് കുറേ മാറി. ഇതുപോലെ പലതരത്തിലുള്ള ബന്ധങ്ങൾ ഈ പ്രൈസും ഈ പറഞ്ഞ ഡിമാൻഡും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളതിനെ ഇലാസ്റ്റിക് എന്നും ഇൻഇലാസ്റ്റിക് എന്നും പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്നൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രോഡക്റ്റ് അതിൻ്റെ വിലയുമായിട്ട് അതിന് ഡിമാൻഡ് എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതാണ് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ ഒരുപാട് ബന്ധപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഡിമാൻഡ് ഈ പ്രൈസുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ പ്രൈസിന് എത്ര വേരിയേഷൻ വരുന്നുണ്ടോ അങ്ങനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ചിലപ്പോൾ ഡിമാൻഡ് മാറാം. ചിലപ്പോൾ പ്രൈസിന് വില കൂടിയാലും നമ്മൾ സ്ഥിരം മേടിക്കുന്ന സാധനങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നില്ല, വലിയ മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല. എന്നാൽ ചില സാധനങ്ങൾ ചെറുതായിട്ടൊന്ന് വില കൂടിയാലും നമ്മൾ ഒറ്റയടിക്കുന്ന ഡിമാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നു. അങ്ങനത്തെ ബന്ധങ്ങൾ ഈ പറഞ്ഞ ഇത് തമ്മിൽ ഉണ്ട്. അതിനാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ചോദന വക്രവും ഇലാസ്തികതയിലും നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക. അപ്പോൾ നേർരേഖയിലുള്ള ചോദന വക്രത്തിൻ്റെ മധ്യബിന്ദുവിൻ്റെ ഇലാസ്തികത ഒന്നായിരിക്കും. ഇത് കേൾക്കുമ്പോൾ ഇത് എന്താണ് സംഭവം എന്ന് തോന്നാം. പ്രത്യേകിച്ച് നമ്മൾ മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷിൽ പഠിച്ച ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ കേൾക്കുമ്പോൾ നമുക്കിത് എന്താണെന്ന് തോന്നാം. പക്ഷേ ഇത് വളരെ സിമ്പിളാണ്. നേർരേഖയിലുള്ള, അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്, സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ചോദന വക്രം എന്ന് പറയുന്നത് എന്താണ്? ഡിമാൻഡ് കർവിൻ്റെ മധ്യബിന്ദു ഈ നടുക്ക് കാണുന്ന സാധനം. ഇലാസ്തികത അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. പെർഫെക്റ്റ്ലി അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒഫീഷ്യൽ ആയിട്ടുള്ള ടൈം യൂസ് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ പറയുന്ന ടൈം യൂസ് ചെയ്യാം. യൂണിറ്ററി ഇലാസ്റ്റിക്. അപ്പോൾ യൂണിറ്ററി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കയ്യിലുള്ള പ്രൈസും നമ്മുടെ കയ്യിലുള്ള ഡിമാൻഡും ഇത് രണ്ടും എന്താണ്? ഇത് ഒന്ന് കൂടിയാൽ ഇതൊന്ന് കൂടും. പ്രൈസ് കൂടുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ ഡിമാൻഡും കൂടും. പ്രൈസ് ഒന്ന് കുറഞ്ഞാൽ ഡിമാൻഡും കുറയും. അങ്ങനെ ഈക്വലായിട്ട് പോകുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു യൂണിറ്ററി ഇലാസ്റ്റിക് =1 എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ പറഞ്ഞ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നേർരേഖയിലുള്ള ചോദന വക്രത്തിൻ്റെ മധ്യബിന്ദുവിൻ്റെ ഇലാസ്റ്റിക് സെൻട്രൽ ആയിട്ടുള്ള കാണുന്നത്. അപ്പോൾ ഇതിന് മുകളിലേക്ക് ഇലാസ്റ്റിക്കും താഴത്തേക്ക് ഇൻഇലാസ്റ്റിക്കും ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. മുകളിലേക്ക് ഇലാസ്റ്റിസിറ്റി കൂടി ഇത് ഇൻഫിനിറ്റി വരെ പോവാം. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻഇലാസ്റ്റിക് ആയിട്ട് അവസാനം ഇത് 0 വരെ പോവാം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം, അല്ലെങ്കിൽ ഗ്രാഫ് നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെയാണ് ഈ ഗ്രാഫ് ഇരിക്കുന്നത്. ഇതിലൊരു സ്ലോപ്പ് ഉണ്ട്. അപ്പം അല്ലേ ഇനി നമ്മൾ ഡൗൺവേർഡ് സ്ലോപ്പ് എന്നാണ് പറഞ്ഞത് അല്ലേ? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ലൈൻ ആയിരുന്നു അല്ലേ? അതിൻ്റെ ആകൃതി എന്താണ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ലൈനാണ്. അപ്പോൾ ഈ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ലൈനിൽ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രൈസ് ആണ് അല്ലേ? നമ്മൾ അതിൻ്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്തു. ഈ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്തു, ഇവിടെ അതിൻ്റെ ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഇത് തമ്മിൽ എന്താണ് ബന്ധം? പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയും നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പ്രൈസ് കുറയുന്ന സമയത്ത് ഡിമാൻഡ് കൂടുകയും ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ സെൻട്രലി കാണുന്ന ഒരു പോയിന്റിലായിരിക്കും എന്ന് പറയുക ഇലാസ്റ്റിസിറ്റി =1 ആവുക. ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രൈസ് കൂടുമ്പോൾ പ്രൈസും ഡിമാൻഡ് എന്താണ്? ഏകദേശം ഇതിങ്ങനെ വന്നാലും ഒക്കെ എന്താണ്? ഒരു സെൻട്രൽ പോയിന്റിലായിരിക്കും ഇത് നിൽക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന കണ്ടീഷനുകളിൽ ഈ സെൻട്രൽ ആയിട്ട് കാണുന്ന സാധനത്തിൽ ഓൾവേസ് 1 ആയിരിക്കും അല്ലേ? പ്രൈസും ഡിമാൻഡും തമ്മിൽ ഏകദേശം സിമിലർ ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി അങ്ങനെയാണെങ്കിൽ താഴത്തേക്ക് പോകുമ്പോൾ ഇത് ഇൻഇലാസ്റ്റിക് ആയിട്ട് മാറുന്നു അല്ലേ? മുകളിലേക്ക് പോകുമ്പോൾ കൂടുതൽ ഇലാസ്റ്റിക് ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ചെറിയ വേരിയേഷൻ വന്നാലും ഒറ്റയടിക്കുക. അപ്പോൾ ഇവിടത്തൊക്കെ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ എന്താണ്? ഇത് E =∞ ആണ്.
അതായത് വൈ ആക്സിസിൽ ഈ കർവ് ടച്ച് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്താ പറയുക ഈ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഈക്വൽ ടു ഇൻഫിനിറ്റിയിൽ എത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ വേരിയേഷൻ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത്. ചെറിയ പ്രൈസ് ചേഞ്ച് പോലും വലിയ ഡിമാൻഡ് ഡിഫറൻസുകൾ ഉണ്ടാക്കുന്നു, വില ഇടിക്കാനായിട്ട് കാരണമാകുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് എക്സ് ആക്സിൽ ടച്ച് ചെയ്ത പോയിന്റ് ഈ ഈക്വൽ ടു 0 ആണ്. അവിടെ വലിയ കാര്യമായിട്ട് വ്യത്യാസമൊന്നും ഉണ്ടാവുന്നില്ല. അതായത് ഇന്നിലാസ്റ്റിക് ആണ്. അതായത് ഇത് മാറിക്കഴിഞ്ഞാൽ അവിടെ വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഏറ്റവും താഴത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രൈസ് മാറോ ഇല്ലെന്നുള്ളത് നമ്മൾ കൺസിഡർ പോലും ചെയ്യുന്നില്ല. അതവിടെ ഡിമാൻഡ് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എക്സ് ആക്സിസിലേക്ക് വരുന്നതോറും ഡിമാൻഡ് 0 ആവുകയും വൈ ആക്സിസിലോട്ട് പോകുന്നതോറും ഇത് ഇൻഫിനിറ്റിയിലേക്ക് കടക്കുകയും സെൻട്രൽ പോയിന്റ് ഈയുടെ വാല്യൂ യൂണിറ്ററി ഇലാസ്റ്റിക് അല്ലെങ്കിൽ 1 ആയിട്ട് റിമെയിൻ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പറയുന്ന 1 ആയിട്ട് റിമെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ഡിമാൻഡും പ്രൈസും ഒരേപോലെ ആയിരിക്കും. പ്രൈസ് 10 കൂടിയാൽ ഡിമാൻഡ് 10 കൂടും, പ്രൈസ് 10 പറഞ്ഞാൽ ഡിമാൻഡ് 10 കുറയും. മുകളിലേക്ക് പോകുന്നതോറും 10 പ്രൈസ് കൂടിയാൽ 100 ആയിരിക്കും ഇലാസ്റ്റിസിറ്റി പറയുന്ന ഡിമാൻഡിനുള്ള വ്യത്യാസം വരിക. എന്നാൽ താഴത്തേക്ക് വന്നു കഴിഞ്ഞാലോ എക്സ് ആക്സിൽ ടച്ച് ചെയ്യുന്ന പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഇന്നിലാസ്റ്റിക് ആണ്, പെർഫെക്റ്റ്ലി ഇന്നിലാസ്റ്റിക് ആയിട്ട് കിടക്കുക. എന്ന് പറഞ്ഞാൽ 100 ചേഞ്ച് വന്നാൽ പോലും ഒരു മാറ്റം എന്ത് ചെയ്യുന്നില്ല, ഡിമാൻഡിന് വരുന്നില്ല എന്ന് പറയുന്നതാണ് താഴത്തേക്ക് പോകുന്നതോറും സംഭവിക്കുക. അപ്പോൾ ഈ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്താണ് ബജറ്റ് ലൈൻ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ഗ്രാഫാണ് ബജറ്റ് ലൈൻ. എന്താണ് ഈ ബജറ്റ് ലൈൻ? പേരെന്ന് പറയുമ്പോൾ പറയാം, നമുക്ക് എപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബജറ്റ് പ്ലാൻ ചെയ്തിട്ടാണ് പോവുക. നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരുപാട് എന്തെങ്കിലും ഫുഡ് വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്കൊരു ബജറ്റ് പ്ലാനിങ് ഉണ്ടാവും അല്ലേ? ബജറ്റ് എന്ന് പറയുന്നത് തന്നെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ഇത്തരത്തിൽ ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസ എത്രയാണ്, നമുക്ക് എത്ര ചിലവ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഉപഭോക്താവ് തന്റെ വരുമാനം ഉപയോഗിച്ച് വാങ്ങുന്ന 2 സാധനങ്ങളുടെ അളവുകളുടെ ഗ്രാഫിക ക്രമീകരണം അല്ലെങ്കിൽ ചിത്രീകരണമാണ് ബജറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലാക്കാനില്ല. 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഇതിൻ്റെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഉള്ളത് 2 ഗുഡ്സ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ എനിക്കിപ്പോൾ 1 ലക്ഷം രൂപ വരുമാനമുണ്ട്. അപ്പോൾ ഈ 1 ലക്ഷം രൂപ ഉപയോഗിച്ച് എനിക്ക് 2 സാധനങ്ങളാണ് ഞാൻ വാങ്ങുന്നതെന്ന് വിചാരിക്കുക. 2 വസ്തുക്കൾ ഞാൻ വാങ്ങുകയാണ്. അപ്പോൾ എൻ്റെ ബജറ്റിന് പുറത്ത് പോകാതെ 2 വസ്തുക്കൾ എനിക്ക് എങ്ങനെയൊക്കെ വാങ്ങാൻ പറ്റും എന്നുള്ളതിൻ്റെ പല കോമ്പിനേഷൻസ് എനിക്ക് അവതരിപ്പിക്കാം. ഇന്നത് 50,000 വെച്ച് വാങ്ങാം, 20,000 80,000 വാങ്ങാം, 70,000 30,000 വാങ്ങാം. എങ്ങനെ പോയാലും ബജറ്റിന് പുറത്ത് പോകാതെ എനിക്ക് 2 വസ്തുക്കൾ പല കോമ്പിനേഷൻസിൽ എങ്ങനെയൊക്കെ വാങ്ങാൻ പറ്റും എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഈ ബജറ്റ് ലൈനിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഉപഭോക്താവ് തൻ്റെ വരുമാനം ഉപയോഗിച്ച്, എൻ്റെ കയ്യിൽ എത്ര റവന്യൂ ഉണ്ടോ ആ പൈസ ഉപയോഗിച്ച് വാങ്ങുന്ന 2 സാധനങ്ങളുടെ അളവുകളുടെ ഗ്രാഫിക ചിത്രീകരണമാണ് എന്തെന്ന് പറയുന്നത്, ഈ പറഞ്ഞ ബജറ്റ് ലൈൻ. അപ്പോൾ ഈ ബജറ്റ് ലൈൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഉള്ളത് 2 ഗുഡ്സ് ആണ്, 2 വാല്യൂസ് ആണ്. അതിന് നമുക്ക് ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും പിടിക്കാം. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫിൻ്റെ കർവ്, രണ്ടാമത് പഠിക്കേണ്ട ഫാക്ച്വൽ നോളജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കർവാണ്. ഇതും എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സാധനം ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഇതിൻ്റെ ഗ്രാഫും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഏത് പോയിന്റ് എടുത്താലും, ഇങ്ങനെ എടുത്താലും ഇങ്ങനെ എടുത്താലും ടോട്ടൽ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബജറ്റിൻ്റെ ഉള്ളിൽ നിൽക്കുന്നു. ഈ ഒരു ലൈൻ്റെ, ഈ ഒരു ബജറ്റ് ലൈനിൻ്റെ ഉള്ളിൽ, ഈ കാണുന്ന താഴേക്ക് കാണുന്ന ഗ്രാഫിനാണ് നമ്മൾ എന്താ പറയുക, ബജറ്റ് ലൈൻ എന്ന് പറയാം. ഈ ബജറ്റ് ലൈനിൻ്റെ ഉള്ളിൽ നമ്മൾ എങ്ങനെ ഗുഡ്സ് പർച്ചേസ് ചെയ്താലും, ഈ 2 ഗുഡ്സ് എങ്ങനെ പർച്ചേസ് ചെയ്താലും ബജറ്റ് ലൈനിൻ്റെ ഉള്ളിൽ നിൽക്കും അല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഒന്നും കൂടി നോക്കുക. ഇവിടുന്ന് ഈ ഗുഡ് ഇത്രയും വാങ്ങിച്ചു ക്വാണ്ടിറ്റി, ഈ ഗുഡ് ഇത്രയും ക്വാണ്ടിറ്റിയാണ് വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പം നമ്മൾ ഈ ഗുഡ് ഇത്രയും ക്വാണ്ടിറ്റി വാങ്ങിച്ചു, ഈ ഗുഡ് ഇത്രയും ക്വാണ്ടിറ്റിയാണ് വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് നേരെ താഴത്തേക്ക് നോക്കുന്നു. അപ്പോൾ ഇത് ഇത്ര വാങ്ങിക്കുമ്പോൾ ടോട്ടൽ നമ്മുടെ ബജറ്റ് ലൈനിന് പുറത്ത് പോയിട്ടില്ല. ഈ ഗുഡ് കുറച്ചു, എന്നിട്ട് ഈ ഗുഡ് കുറച്ച് കൂട്ടി, അപ്പോഴും എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ബജറ്റ് ലൈന് പുറത്ത് പോകുന്നില്ല. അപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഓരോ ഗുഡിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഒരു സെൻട്രൽ പോയിന്റ് ഉണ്ടെങ്കിൽ ഈ ഗുഡും വാങ്ങിക്കുന്നത് ഒരേ ക്വാണ്ടിറ്റിയിലായിരിക്കും. ഇത് 50 എണ്ണം വാങ്ങിച്ചാൽ ഇത് 50 എണ്ണം വാങ്ങിക്കും. ചിലപ്പോൾ ഇത് 20 എണ്ണം വാങ്ങിച്ചാൽ ഇത് 80 എണ്ണം വാങ്ങേണ്ടി വരും. ടോട്ടൽ എന്ന് പറയുന്നത് 100 നമ്മുടെ കട്ട് ഓഫ് ലിമിറ്റ് വാല്യൂ എങ്കിൽ നമുക്ക് 20 എണ്ണം വാങ്ങിച്ച് മറ്റേത് 80 വാങ്ങിക്കാം, ഇത് 50 വാങ്ങിച്ച് ഇത് 50 വാങ്ങിക്കാം, ഇത് 10 വാങ്ങിച്ചിട്ട് ഇത് 90 വാങ്ങാം, ഇത് 20 വാങ്ങിച്ചിട്ട് ഇത് 30 വാങ്ങിച്ചിട്ട് ഇത് 70 വാങ്ങാം, ഇത് 70 വാങ്ങിച്ചിട്ട് ഇത് 30 വാങ്ങാം. എങ്ങനെ പോയാലും ടോട്ടൽ എന്ത് ചെയ്യണം, 100 എന്ന് പറഞ്ഞാൽ ബജറ്റ് ലൈൻ നിൽക്കണം. അതിനാണ് സിംപ്ലി പറഞ്ഞാൽ ബജറ്റ് ലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള പൈസ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ 2 ഗുഡ്സ് ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും എത്ര വരെ വാങ്ങാൻ പറ്റുമോ അതിനാണ് നമ്മൾ എന്ത് പറയുക, ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഗ്രാഫിൽ എഴുതിക്കുന്ന ഇതൊക്കെ നമ്മൾ ഒരുപാട് നോക്കണമെന്നില്ല, എങ്കിലും പറയാണ്. ഇപ്പോൾ P1x1 + P2x2 = M എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ഈ ഗ്രാഫിന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. P1 എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഗുഡിനെയാണ് പറയുക, ഗുഡിൻ്റെ പ്രൈസിനാണ് പറയുക, അതിൻ്റെ വിലയാണ്, ആദ്യത്തെ ഗുഡിൻ്റെ വിലയാണ്. X1 എന്ന് പറഞ്ഞാൽ ആ ഗുഡാണ്. രണ്ടാമത്തെ ഗുഡ് X2 ആണ്, രണ്ടാമത്തെ ഗുഡിൻ്റെ പ്രൈസാണ് P2. അപ്പോൾ P1x1 P2x2 കൂടെ കൂട്ടുമ്പോൾ ആദ്യത്തെ ഗുഡിൻ്റെ പ്രൈസും രണ്ടാമത്തെ ഗുഡിൻ്റെ പ്രൈസോടെ കൂട്ടുമ്പോൾ എന്തിന് പോകാൻ പാടില്ല, ബജറ്റ് ലൈൻ അഥവാ എം എന്ന് പറയുന്ന ബജറ്റ് ലൈനാണ്. ഈ ബജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ്റെ പുറത്തേക്ക് പോകാനായിട്ട് പാടില്ല, അയാളുടെ വരുമാനത്തിന് പുറത്തേക്ക് പോകാനായിട്ട് പാടില്ല. P1x1 + P2x2 = M. ഇയാളുടെ ടോട്ടൽ വരുമാനം M ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ വില 2 കൂട്ടിയാൽ എമ്മിൻ്റെ പുറത്ത് പോകാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ബജറ്റ് ലൈനിൻ്റെ പ്രധാനപ്പെട്ട ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് 2 സൈഡിലും ഗുഡുകളാണെന്നുള്ള കാര്യം ആലോചിക്കുക, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണെന്നുള്ള കാര്യം ആലോചിക്കുക, കൂടാതെ ആ വരയ്ക്കുന്ന സ്ലോപ്പിനെയാണ് ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് ആലോചിക്കുക. ഇക്വേഷൻ P1x1 + P2x2 = M എന്നാണ്. ആദ്യത്തെ P1 എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ആദ്യത്തെ ഗുഡിൻ്റെ വിലയാണ്.
P2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കുട്ടിൻ്റെ വിലയാണ്. രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്ത് ചെയ്യണം? എമ്മിൽ താഴെ ആയിരിക്കണം, എമ്മിന് ഈക്വലോ അതിൽ താഴെ ആയിരിക്കണം. അതായത് നമ്മുടെ വരുമാനം എത്രയാണോ അതിൻ്റെ താഴെ ആയിരിക്കണം. അതിനാണ് നമ്മൾ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നതും അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ബഡ്ജറ്റ് ലൈൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമുക്ക് അടുത്തിലേക്ക് കടക്കാം. നിസ്സംഗതാവക്രം. എന്താണ് നിസ്സംഗതാവക്രം എന്ന് പറഞ്ഞാൽ? ഇൻഡിഫറൻസ് കർവ്, നമ്മൾ ജനറലി IC കർവ് എന്ന് പറയും. ഇമ്പോർട്ടൻ്റ് ആണ് IC കർവ്, നിസ്സംഗതാവക്രം അഥവാ IC കർവ്. ഒരു വ്യക്തിക്ക് തുല്യ സംതൃപ്തി നൽകുന്ന വ്യത്യസ്ത അളവിലുള്ള രണ്ട് സാധനങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഗ്രാഫിക ചിത്രീകരണമാണ് നിസ്സംഗത വക്രം. നമുക്ക് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ തരുന്ന രണ്ട് അളവിലുള്ള, നമ്മൾ ഓൾറെഡി നമ്മൾ നേരത്തെ രണ്ട് ഗുഡുകളുടെ കാര്യം പറഞ്ഞു, അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരേ സാറ്റിസ്ഫാക്ഷൻ തരുന്ന രണ്ട് ഗുഡുകളുണ്ട്. അതിൽ പല ക്വാണ്ടിറ്റിയിലും ആവാം. ഏത് ക്വാണ്ടിറ്റിയിലാണെങ്കിലും നമുക്ക് അതിന് എന്ത് ചെയ്യുന്നു, ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തരുന്നുണ്ട്. അതിന് ആ ഒരു രണ്ട് ഗുഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രാഫികമായിട്ട് ചിത്രീകരിക്കുന്നു. അതിനുണ്ടാകുന്ന ആ ഒരു കർവിനാണ് നമ്മൾ നിസ്സംഗതാ വക്രം എന്ന് പറയുന്നത്. നിസ്സംഗതാ വക്രത്തിന്റെ ആകൃതി ഗ്രാഫിന്റെ കേന്ദ്രത്തിന് കോൺവെക്സ് ആയിരിക്കും. കോൺവെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചാൽ ഇതാണ് ഇതിന്റെ കേന്ദ്രം, ഇതിനോട് കോൺവെക്സ് ആയിരിക്കും, ഇങ്ങനെ ഇരിക്കും. ഇതിനാണ് കോൺവെക്സ്, ഇതിന്റെ നേരിട്ട് കോൺവെക്സ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നതിനാണ്. അപ്പോൾ നമ്മൾ ഇൻഡിഫറൻസ് കർവിന്റെ ആകൃതി എന്ന് പറയുന്നത് കോൺവെക്സ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. രണ്ട് നിസ്സംഗതാ വക്രങ്ങൾ തമ്മിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, കൂട്ടിമുട്ടില്ല. അപ്പോൾ എന്താണ് ഈ നിസ്സംഗതാ വക്രവും ഐസ്ക്രീമും തമ്മിലുള്ള ബന്ധം? ഞാൻ ഇവിടെ രണ്ട് ഐസ്ക്രീം കാണിച്ചിട്ടുണ്ട്. എന്തിനായിരിക്കും ഈ രണ്ട് ഐസ്ക്രീം കാണിച്ചിട്ടുണ്ടാവുക? അതായത് നമ്മളിപ്പോൾ ഒരു നിസ്സംഗതാ വക്രം എന്നുള്ളൊരു കാര്യത്തിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു. നിസ്സംഗതാ വക്രം, ഇവിടെ ഒരു നിസ്സംഗതാ വക്രമുണ്ട്. IC കർവ് കോൺവെക്സ് ആണ്, അതായത് കേന്ദ്രത്തിനോട് കോൺവെക്സ് ആണ്. എൻ്റെ കയ്യിൽ രണ്ട് ഗുഡ്സ് ഉണ്ട്. അതായത് ഈ രണ്ട് ഐസ്ക്രീമും ഒരേപോലെ ഇരിക്കുന്നത് അല്ലേ, രണ്ട് ഐസ്ക്രീമും ഒരേപോലെ ഇരിക്കുന്നത്, രണ്ടും എനിക്ക് തരുന്ന സാറ്റിസ്ഫാക്ഷൻ സെയിം ആണ് അല്ലേ. രണ്ട് മുന്നേ പറഞ്ഞ ഇക്വേഷൻ പോലെ, നമ്മൾ മുന്നത്തെ ഗ്രാഫിൽ വരച്ച പോലെ തന്നെ സെയിം ഐഡിയ തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പം ഞാനിത് എങ്ങനെ വാങ്ങിച്ചാലും ഇവിടെ നിന്ന് ഇങ്ങനെ വാങ്ങിച്ചു, ഇത് ഗുഡ് ഒന്നാണ്, ഇത് ഗുഡ് രണ്ടാണ്. ഇത് ഒന്നാമത്തെ ഐസ്ക്രീം, ഇത് രണ്ടാമത്തെ ഐസ്ക്രീം. ഇത് ഞാൻ ഏത് കോമ്പിനേഷനിൽ വാങ്ങിച്ചാലും ഇത് രണ്ടും എനിക്ക് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഗുഡാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമില്ല, രണ്ടും ഒരേപോലത്തെ കോണ്ടോപ്പുകളാണ്, രണ്ടും ഒരേപോലത്തെ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് തരുന്നത്. അങ്ങനെയുള്ള ഗുഡുകളാണെങ്കിൽ ഈ ഗുഡുകളെ പല കോമ്പിനേഷനും ഞാൻ എങ്ങനെ വാങ്ങിച്ചാലും, ഇത് ഇത്ര വാങ്ങിച്ചു, ഇത് മുക്കാൽ വാങ്ങിച്ചു, ഇത് അര വാങ്ങിച്ചു, ഇതെങ്ങനെ വാങ്ങിച്ചാലും പല കോമ്പിനേഷനിൽ വാങ്ങിക്കാം. റിസൾട്ടായിട്ട് നമുക്ക് ആഫ്റ്റർ എന്താണ്, മൊത്തത്തിൽ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ക്വാണ്ടിറ്റി സെയിം തന്നെയാണ്. പല കോമ്പിനേഷനിൽ വാങ്ങിച്ചാലും ആ ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നു, ഈ ഒരു നിസ്സംഗതാ വക്രത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതെങ്ങനെ വാങ്ങിച്ചാലും എന്ത് ചെയ്യുന്നു, ഒരേപോലെ ആയിരിക്കും അല്ലേ. നമുക്ക് തരുന്ന സാറ്റിസ്ഫാക്ഷൻ എപ്പോഴും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഈ പല കോമ്പിനേഷൻ, ഈ ഗുഡ് ഇത്ര വാങ്ങിച്ചു, ഈ ഗുഡ് ഇത്ര വാങ്ങിച്ചു, ഇത് 40 വാങ്ങിച്ചു, ഇത് 60 വാങ്ങിച്ചു, ഇത് 60 വാങ്ങിച്ചു, ഇത് 40 വാങ്ങിച്ചു. എങ്ങനെ വാങ്ങിച്ചാലും ഈ നിസ്സംഗതാ വക്രത്തിൻ്റെ ഉള്ളിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ടാൻജൻ്റ് ആയിട്ട് വരയ്ക്കുന്ന സമയത്ത് ഈ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലൈൻ എങ്ങനെ കണക്ട് ചെയ്താലും ഇതിൻ്റെ ഉള്ളിൽ തന്നെ വരും. അപ്പോൾ ഈ രണ്ട് ഗുഡുകൾ പല കോമ്പിനേഷനിൽ വാങ്ങിക്കാം. എങ്ങനെ വാങ്ങിച്ചാലും ഇത് തരുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, സെയിം ആയിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്താണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതിൻ്റെ ആകൃതി രണ്ട് ഗുഡാണ് എക്സിലും വൈ ആക്സിലും വരിക. ഇതിൻ്റെ ആകൃതി എന്ന് പറയുന്നത് ഇതിൻ്റെ കേന്ദ്രത്തിനോട് കോൺവെക്സ് ആയിരിക്കും. ഇത് എങ്ങനെ വരച്ച് നോക്കിയാലും രണ്ട് നിസ്സംഗതാവക്രം വരച്ചാൽ രണ്ടും തമ്മിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, കൂട്ടിമുട്ടില്ല. ഓർത്തിരിക്കുക, രണ്ട് IC കർവുകൾ തമ്മിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, കൂട്ടിമുട്ടില്ല. ഇനി ബജറ്റ് ലൈനും നിസ്സംഗതാവക്രവും കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ ഉപഭോക്താവിന് സന്തുലിതാവസ്ഥ ഉണ്ടാവുന്നു. അപ്പോൾ എന്താണ് ഇക്വിലിബ്രിയം? നമുക്ക് അടുത്ത ഗ്രാഫിൽ നോക്കിയാണ് അത് പറയാൻ. സന്തുലിതാവസ്ഥ, ഇക്വിലിബ്രിയം, അതായത് ബജറ്റ് ലൈൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. നമ്മുടെ ബജറ്റിനുള്ളിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഏത് കോമ്പിനേഷനിൽ വേണമെങ്കിലും വാങ്ങിക്കാം, അത് ബജറ്റിനുള്ളിലായിരിക്കണം. നിസ്സംഗതാവക്രം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഗ്രാഫിന് കോൺവെക്സ് ആയിട്ട്, ഗ്രാഫിന്റെ സെന്ററിനോട് കോൺവെക്സ് ആയിട്ടാണ് നമ്മൾ വരച്ചത്. ഒരു എക്സ് ആക്സിസും വൈ ആക്സിനും കോൺവെക്സ് ആയിട്ട് വരച്ചു. രണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സെയിം സാധനങ്ങൾ ഇതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. അത് സാറ്റിസ്ഫാക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ബജറ്റ് അല്ല. ബജറ്റ് ലൈനിൽ ബജറ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ആണ്. അതെങ്ങനെ ഉപയോഗിച്ചാലും ഏത് കോമ്പിനേഷനിൽ ഉപയോഗിച്ചാലും എനിക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ സെയിം ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ നമ്മൾ മിക്സ് ചെയ്ത് വരയ്ക്കുകയാണ്. ബജറ്റ് ലൈനും നിസ്സംഗതാവക്രവും കൂടി എന്ത് ചെയ്യുന്നു, മിക്സ് ചെയ്ത് വരയ്ക്കുന്നു. അത് നമ്മൾ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റിലാണ് ഉപഭോക്താവിന് എന്ത് ചെയ്യുന്നത്, സന്തുലിതാവസ്ഥ ജനറേറ്റ് ആവുന്നത്. അത് നമുക്ക് നോക്കാം, ഈ ഫിഗർ കണ്ടിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത്, നമ്മൾ രണ്ട് ഗുഡ് കൺസിഡർ ചെയ്തു. ഇപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ട് ഗ്രാഫുകളിലും കോമൺ എന്ന് പറയുന്നത് എക്സിലും വൈയിലും ഗുഡുകളാണ്, രണ്ട് വസ്തുക്കളാണ് ഉള്ളത്. അപ്പോൾ നിസ്സംഗതാവക്രം എന്ന് പറയുന്നത് ഗ്രാഫിൻ്റെ സെന്ററിനോട് കോൺവെക്സ് ആയിട്ട് നമ്മൾ വരച്ചു. കൂടാതെ ബജറ്റ് ലൈൻ എന്ത് ചെയ്തു, നമ്മളൊരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ട് വരച്ചു. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ഈ പോയിന്റിന്റെ പ്രത്യേകത എന്താ, കസ്റ്റമറിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു അല്ലേ. അവിടെ കസ്റ്റമറിന് അല്ലെങ്കിൽ കൺസ്യൂമർ ഇക്വിലിബ്രിയം ക്രിയേറ്റ് ആവുന്നു. എങ്ങനെയാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം ക്രിയേറ്റ് ആയത്, ഇത് ബജറ്റ് ലൈനിൻ്റെ ഉള്ളിലാണ് അല്ലേ. നമുക്ക് പൈസ മുടക്കേണ്ട ആവശ്യമില്ല. പൈസ നമ്മുടെ വരുമാനത്തിനനുസരിച്ചുള്ള പൈസയാണ് നമ്മൾ മുടക്കുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ബജറ്റ് ലൈൻ എൻഷുർ ചെയ്യുന്നു. വരുമാനത്തിനുള്ളിൽ നിൽക്കുന്ന രീതിയിലാണ് നമ്മുടെ ഗുഡ് വാങ്ങിക്കുന്ന ചിലവ് നിൽക്കുന്നത്. നിസ്സംഗതാവക്രം എന്ന് പറഞ്ഞാൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരികയാണ്. നമുക്ക് ഈ ഒരു ഗുഡ് ഈ ഒരു കോമ്പിനേഷനിൽ എവിടെ വാങ്ങിച്ചാലും, ഈ ഒരു നിസ്സംഗതാവക്രത്തിനുള്ളിൽ എവിടെ വാങ്ങിച്ചാലും നമുക്ക് എന്ത് ചെയ്യുന്നു, ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നത് അല്ലേ. ഇത്ര ഗുഡ് 1 വാങ്ങിച്ചു, ഇത്ര ഗുഡ് 2 വാങ്ങിച്ചു അല്ലേ. ഇവിടുന്ന് നോക്കുകയാണ്, ഒന്നും കൂടെ ഞാൻ കാണിക്കാം. ഇപ്പോൾ ഗുഡ് 2, ആദ്യത്തെ ഗുഡ് ഇവിടെ വരെയും രണ്ടാമത്തെ ഗുഡ് ഇവിടെ വരെയും, ഇത്രയും കോമ്പിനേഷനിൽ ഇത്ര ക്വാണ്ടിറ്റിയിൽ ഞാൻ വാങ്ങിച്ചു. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യുന്നു, കൂട്ടിമുട്ടിക്കുമ്പോൾ നമുക്ക് നിസ്സംഗതാവക്രത്തിനുള്ളിലാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്ര വാങ്ങിച്ചുള്ളൂ, ഇത്ര വാങ്ങിച്ചു, ഇത് രണ്ടും തമ്മിൽ കൂട്ടിമുട്ടിക്കുന്നു.
അത്രയും വാങ്ങിച്ചാൽ എന്ത് ചെയ്യുന്നു, എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. ഇത് ബഡ്ജറ്റ് ലൈനിൻ്റെ ഉള്ളിൽ വരുന്ന ഏതാണെന്ന് നോക്കുക. ഈ രണ്ട് വാല്യൂസ് തമ്മിൽ കൂട്ടിമുട്ടുന്ന സ്ഥലത്തു നിന്നും ഇത് ബഡ്ജറ്റ് ലൈനിൻ്റെ ഉള്ളിൽ നിൽക്കാൻ വേണം. അങ്ങനെ നിൽക്കുന്ന ഏറ്റവും പീക്കായിട്ട് നമുക്കൊരു വാല്യൂ കിട്ടും. അതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മാക്സിമം സാധനം കിട്ടുകയും ചെയ്തു, നമ്മുടെ ബഡ്ജറ്റിനുള്ളിൽ ഒതുങ്ങുന്ന രീതിയിൽ പരമാവധി ക്വാണ്ടിറ്റി നമുക്ക് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള രീതിയിൽ കിട്ടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഈ പറയുന്ന രണ്ടും കൂടിയുള്ള കോമ്പിനേഷൻ, അതായത് ഈ പറയുന്ന കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ എത്തിയെന്ന് പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ കേർവുകളുടെ കാര്യത്തിലൊക്കെ പ്രധാനമായിട്ടും ഒരു ഐഡിയ ഉണ്ടാക്കി വയ്ക്കുക. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആദ്യം പഠിച്ചത് ചോദന വക്രമാണ്, ഡിമാൻഡ് കർവ്. ഇതൊരു പ്രൈസും ക്വാണ്ടിറ്റി തമ്മിലുള്ള ബന്ധമായിരുന്നു, വിലയും അതിൻ്റെ അളവും തമ്മിലുള്ള ബന്ധമായിരുന്നു. ഇപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു ഗുഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വില കൂടുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് കുറയും, വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. ഇതിനെ സൂചിപ്പിക്കാൻ വേണ്ടി പ്രൈസും ക്വാണ്ടിറ്റിയും വെച്ചിട്ട് നമ്മളൊരു ഗ്രാഫ് വരച്ചു. അതിൻ്റെ കർവിനെയാണ് നമ്മൾ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ആ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരുന്നു. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത് നമ്മൾ വരച്ചത് ഡിമാൻഡ് കർവും ഇലാസ്റ്റിസിറ്റിയും തമ്മിലുള്ള ബന്ധം. എന്തായിരുന്നു ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞത്? നമ്മളൊരു വസ്തു വാങ്ങുമ്പോൾ ഇലാസ്റ്റിസിറ്റി തീരുമാനിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതായത് ആ ഒരു വസ്തുവിനും പ്രൈസുമായിട്ടുള്ള ബന്ധം, ഡിമാൻഡും പ്രൈസുമായിട്ടുള്ള ബന്ധം. അപ്പോൾ ഈക്വൽ ആയിട്ട് 10 പ്രൈസ് കൂടിയ 10 ഡിമാൻഡ് കൂടുന്നുണ്ടെങ്കിൽ ഈക്വൽ ആണ്, യൂണിറ്ററി വാല്യൂ ആണ്, ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി അത് ഇലാസ്റ്റിക് ആണെങ്കിലോ, ചെറിയ വില വ്യത്യാസം ഉണ്ടായാലും ഡിമാൻഡ് ഒറ്റയടിക്ക് കുതിക്കുകയാണ്, ഡിമാൻഡിൽ വലിയ വ്യത്യാസം ഉണ്ടാകുന്നു. അപ്പോൾ വില കൂടുന്നതനുസരിച്ച് ഡിമാൻഡ് കുറയുകയും ചെറിയ വില കുറയുമ്പോൾ ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഇലാസ്റ്റിക് എന്നും, എന്നാൽ ഇലാസ്റ്റിക് ഇല്ലാത്തതോ ഇൻഇലാസ്റ്റിക് ആകുമ്പോഴോ ഇത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, മാറ്റം കുറഞ്ഞു വരികയാണ്. താഴെ വരുമ്പോഴേക്കും ഇതിൻ്റെ വാല്യൂ 0 ആവുകയാണ്. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ വാല്യൂ മാക്സിമം ഇൻഫിനിറ്റി വരെ പോകാം, ഇൻഇലാസ്റ്റിക്കിൻ്റെ വാല്യൂ 0 വരെ പോകാം. എക്സ് ആക്സിസിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ വാല്യൂ 0 വരെ എത്തിയിരുന്നു. 0 എത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് വില കൂടുന്നതനുസരിച്ച് ഡിമാൻഡ് വലിയ മാറ്റമൊന്നും വരുന്നില്ല. അതിനാണ് നമ്മൾ 0 എന്ന് പറയാം. അപ്പോൾ ഇതായിരുന്നു എന്തുമായിട്ടുള്ള ബന്ധം, ഡിമാൻഡ് കർവും ഇലാസ്റ്റിസിറ്റി ആയിട്ടുള്ള ബന്ധം. പല ഗുഡ്സിനും പല രീതിയിലുള്ള ബിഹേവിയർ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ പറയുന്നത് യൂണിറ്ററി വാല്യൂ ഉള്ള ഗുഡ്സിൻ്റെ കാര്യമാണ്. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടുകയും മറ്റത് കുറയുമ്പോൾ, ഐഡിയലി അങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് കൂടാതെ പല ഗുഡ്സും ഉണ്ട്, പ്രൈസ് കൂടുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത വസ്തുക്കളൊക്കെ ഉണ്ട്, നമ്മളതിന് ഇൻഇലാസ്റ്റിക് എന്ന് പറയുന്നു. എന്നാൽ ചെറിയ വില വ്യത്യാസം പോലും വലിയ ഡിമാൻഡിൽ വ്യത്യാസം ഉണ്ടാക്കുന്നതിന് നമ്മൾ പെർഫെക്റ്റ് ഇലാസ്റ്റിക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരുന്ന കാര്യങ്ങളെ എന്തിൽ ഉൾപ്പെടുന്നു? ഇലാസ്റ്റിക് ഈക്വൽ ടു ഇൻഫിനിറ്റി വരെ പോകുന്ന മുകളിലേക്ക് വൈ കർവിലേക്ക് കൊണ്ടുപോകും. ഇനി ബഡ്ജറ്റ് ലൈൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഗുഡുകൾ തമ്മിലുള്ള ബന്ധമാണ്. എന്താണ്? നമുക്ക് അയാളുടെ വരുമാനത്തിന് അനുസരിച്ചിട്ട് വരുമാനത്തിനുള്ളിൽ നിൽക്കുന്ന രണ്ട് ഗുഡുകൾ വാങ്ങുമ്പോൾ അതിനൊരു കോമ്പിനേഷൻ, ഏത് കോമ്പിനേഷനിൽ വാങ്ങിയാലും എന്തിനുള്ളിൽ നിൽക്കണം? വരുമാനത്തിൻ്റെ ഉള്ളിൽ നിൽക്കണം. ഒന്ന് 10, ഒന്ന് 90 വാങ്ങാം, ഒന്ന് 20, ഒന്ന് 80 വാങ്ങാം, ഒന്ന് 60, ഒന്ന് 40 വാങ്ങാം. എങ്ങനെ വാങ്ങിയാലും 100 എന്ന് പറയുന്ന വാല്യൂന് പുറത്ത് പോകുന്നില്ല. ആ ഒരു കോമ്പിനേഷനിൽ എങ്ങനെ വാങ്ങിയാലും നമുക്ക് എന്ത് ചെയ്യുന്നു? ബഡ്ജറ്റ് ലൈനിൻ്റെ ഉള്ളിൽ നിൽക്കുന്നു. ആ ഒരു ലൈനാണ്, ആ ഒരു കട്ട് ഓഫ് ഒരു ലൈനാണ് നമ്മൾ എന്ത് പറയാം? ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സും വൈ ആക്സിസും ഗുഡുകൾ തന്നെയാണ്, കൂടാതെ ഇത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. P1 X1 + P2 X2 എന്ന് പറയുന്നത് എം എന്ന് പറയുന്നത് എന്താണ്? വരുമാനത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതാണ്. രണ്ട് പ്രൈസുകൾ കൂട്ടിയാലും വരുമാനത്തിന് പുറത്ത് പോകുന്നില്ല. ഇനി നമ്മൾ ലാസ്റ്റ് പഠിച്ചത് IC കർവാണ്, അഥവാ നിസ്സംഗത വക്രമാണ്. ഐസ്ക്രീം എക്സാമ്പിൾ വെച്ച് പഠിച്ചു. രണ്ട് സെയിം സാറ്റിസ്ഫാക്ഷൻ തരുന്ന രണ്ട് വസ്തുക്കൾ നമ്മൾ ഏത് കോമ്പിനേഷനിൽ വാങ്ങിയാലും നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ്റെ ആ ഒരു കർവിൻ്റെ ഉള്ളിൽ നമ്മൾ നിൽക്കുന്നു. അപ്പോൾ ഏത് കോമ്പിനേഷനിൽ വാങ്ങിയാലും നിസ്സംഗത വക്രത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നു. നിസ്സംഗത വക്രത്തിൻ്റെ ആകൃതി എന്ന് പറയുന്നത് കോൺവെക്സ് ടു ദ സെൻറ്റർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ബഡ്ജറ്റ് ലൈനിൽ നിസ്സംഗത വക്രം കൂടെ കൂട്ടിമുട്ടുന്ന ഒരു വസ്തുവിൻ്റെ പേര് പറഞ്ഞു. അത് എന്താണ് പ്രധാനമായിട്ട് സംഭവിച്ചത്? ഉപഭോക്താവിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അയാളുടെ ബഡ്ജറ്റിനുള്ളിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്, അയാൾക്ക് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കോമ്പിനേഷൻ ഒരുമിച്ച് വരുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതിനാണ് നമ്മൾ എന്താ പറയുക? അതായത് നമ്മളിപ്പോൾ പറഞ്ഞ നിസ്സംഗത വക്രത്തിൻ്റെ ടാൻജൻ്റ് ആയിട്ടാണ്, കൂട്ടിമുട്ടുക ക്രോസ് ചെയ്യാന്നല്ല, അതിൻ്റെ ടാൻജൻ്റ് ആണ്. നിസ്സംഗത വക്രത്തിന് ടാൻജൻ്റ് ആയിട്ട് എവിടെ മുട്ടുന്നോ, നമ്മൾ ഈ പറഞ്ഞ ബഡ്ജറ്റ് ലൈൻ മുട്ടുന്നുണ്ടോ അവിടെയാണ് നമുക്ക് എന്ത് പറയുക? ഈ കൺസ്യൂമർ ഇക്വിലിബ്രിയം ഉണ്ടാകും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ രണ്ടിനും എന്തായിരുന്നു? എക്സും വൈ ആക്സിസും സെയിം ആയിരുന്നു. ബഡ്ജറ്റ് ലൈനിന് എന്താണ്? ഈ പറഞ്ഞ ലൈനിൻ്റെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണെങ്കിൽ നിസ്സംഗത വക്രം എന്ന് പറയുന്നത് എന്താണ്? എന്തിനോട് കോൺവെക്സ് ആണ്? സെൻറ്ററിനോട്, ഗ്രാഫിൻ്റെ സെൻറ്ററിനോട് കോൺവെക്സ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇത്ര നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ഗ്രാഫിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇതൊന്നും ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ ഓരോ ഗ്രാഫ് വരച്ചും ഗ്രാഫ് തന്നെ വരച്ച് എക്സും വൈ ആക്സിസും എന്താണ്, അതിൻ്റെ ആകൃതി എന്താണ്, ആ ഒരു സ്ലോപ്പ് എന്തിൻ്റെ വാല്യൂവിനെ സൂചിപ്പിക്കുന്നു എന്നുള്ള കാര്യം, ഇത്തരം കാര്യങ്ങൾ പഠിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. മിക്കവാറും എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. എസ്പെഷ്യലി പുതിയ SCRT ആയതുകൊണ്ട് ഇത് +2 +1 ലെവലിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ഇവിടെ രണ്ട് രംഗങ്ങളും ഈക്വലായിട്ട് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻസ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പ്രധാനമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 10ഉം 12ാം ക്ലാസ്സിലെ മൈക്രോ എക്കണോമിക്സിൽ നിന്ന് ചാപ്റ്റർ 2, മാക്രോ എക്കണോമിക്സിൽ ചാപ്റ്റർ 5ഉമാണ്. ഇത്തരം ടോപ്പിക്കുകൾ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഗ്രാഫുകളൊക്കെ പ്രധാനമായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത ടോപ്പിക്കായിട്ട് വരാം. അതുവരെ എല്ലാവരും ഒന്ന് റിവൈസ് ഒക്കെ ചെയ്ത് SCRTയുടെ റെലവൻസ് ഒക്കെ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ താങ്ക് യു.